അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏവർക്കും യുവത ബുക്ക് ഹൗസ് ലിറ്റ് ഫെസ്റ്റിന്റെ മറ്റൊരു ദിവസത്തേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പരിസ്ഥിതി ആഘാത പഠന നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനം ചൂടേറിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ അന്തസത്തയെ ചോർത്തുന്ന വിധത്തിലുള്ള ഈ അപകടകരമായ നീക്കത്തെ മുൻനിർത്തിയുള്ള ചർച്ചയാണ് ഇന്ന് യുവത ലിറ്റ് ഫെസ്റ്റിൽ. ആദ്യമായി യുവത ലിറ്റ് ഫെസ്റ്റിൽ നമ്മളോട് സംവദിക്കുന്നത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കെ സഹദേവൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. EIA ഡ്രാഫ്റ്റ് 2020 ബന്ധപ്പെട്ട് വളരെ അധികം ചർച്ചകളും സംവാദങ്ങളും അതിനെതിരായുള്ള പ്രതിഷേധങ്ങളും ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നു വരികയാണ്. പാരിസ്ഥിതിക ആഘാത നിർണയം വികസന പ്രവർത്തനങ്ങളുമായി പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 3-4 പതിറ്റാണ്ടായി ആഗോളതലത്തിൽ തന്നെ വലിയ ഡിമാൻഡ് വളർന്നു വന്നതിൻ്റെ ഫലമായിട്ടാണ് അത്തരമൊരു നിയമനിർമ്മാണമൊക്കെ ആഗോളതലത്തിലും ഇന്ത്യയിലും വന്നിരിക്കുന്നത്. ഇപ്പം പുതുതായി തയ്യാറാക്കപ്പെട്ട അല്ലെങ്കിൽ ഭേദഗതി വരുത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന EIA 2020-കകത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇതിനു മുന്നേ സംസാരിച്ച ആളുകളോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ആളുകൾ അതിനകത്തുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളെക്കുറിച്ചും ടെക്നിക്കലായിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചിട്ടൊക്കെ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളൊക്കെ കുറിച്ചിട്ട് പറയുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ പ്രധാനമായും പറയാൻ പോകുന്നത് ഈ EIA എന്നുള്ള പ്രക്രിയ തന്നെ എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതെന്നും അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള പരിമിതികളാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ പാരിസ്ഥിതിക ആഘാത നിർണയ വിജ്ഞാപനം ആദ്യമായി പുറപ്പെടുവിച്ചത് 1986-ലാണ്. ഈ കാലയളവിന് ശേഷം ഏതാണ്ട് 20-26 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ വക്കിലാണെന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ദശാബ്ദ കാലയളവിലെങ്കിലും ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥ പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ ഇവൻസുകളുടെ ഒരു തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ, അത്തരത്തിലുള്ള അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ ഒരു തുടർച്ച തന്നെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. വലിയ രീതിയിൽ പ്രകൃതി വിഭവങ്ങൾ ലഭ്യമല്ലാതായിരിക്കുകയും കാർഷിക മേഖലയിലായാലും മറ്റ് ഇതിലൊക്കെ തന്നെയും ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും അടുത്ത കാലത്തായി വലിയ രീതിയിലുള്ള വെട്ടുകിളിയുടെ ആക്രമണങ്ങൾ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ കാർഷിക മേഖലയിൽ അനുഭവപ്പെടുന്നു. ഇതൊക്കെ തന്നെയും നിലവിലുള്ള ഒരു പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥയുമായി തകിടം മറിച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും അതിന് നാളിതുവരെ നാം തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ ഉത്തരവാദിയാണെന്നും ഇവിടെ നമ്മൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പുതിയ കരട് രേഖയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള തിരുത്തലുകളും പരിസ്ഥിതി നാശത്തിന് കൂടുതൽ കാരണമായേക്കാവുന്ന പലതരത്തിലുള്ള തിരുത്തലുകൾ അതിനകത്തുണ്ട് എന്നുള്ളത് പരക്കെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത്, ഏറ്റവും മികച്ച ഒരു എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വിജ്ഞാപനം അല്ലെങ്കിൽ ഒരു ഭേദഗതി തയ്യാറാക്കിയാൽ തന്നെയും നിലവിലുള്ള
നമ്മൾ പിന്തുടരുന്ന വികസന സാമ്പത്തിക നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഏറ്റവും മികച്ച എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വിജ്ഞാപനത്തിന് പോലും അല്ലെങ്കിൽ അത്തരമൊരു നിയമത്തിന് പോലും ആക്ടിന് പോലും ഒരു തരത്തിലും ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും ഇന്ത്യയെ ഏറ്റവും അതിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമെന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടാണ് ബാക്കി എല്ലാ നിയമനിർമ്മാണങ്ങളും നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഉദാഹരണത്തിന് വളരെ നല്ല ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള നിയമനിർമ്മാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പദ്ധതി ബാധിതരായ ആളുകൾക്ക് ഭൂമിയിൽ അവരുടെ അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കുകയും അവർക്ക് പുനരധിവാസവും അതുപോലെ തന്നെ ആവശ്യമായ നഷ്ടപരിഹാരവും വാഗ്ദാനം ചെയ്യുന്ന രീതിയിലുള്ള ലാൻഡ് അക്വിസിഷൻ ആക്ട് ഇവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ പറയുന്ന ഏറ്റവും നല്ല നിയമങ്ങൾ പലതരത്തിലുള്ള സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഈ നിയമങ്ങൾ ഒക്കെ നിർമ്മിക്കപ്പെട്ടതെങ്കിലും ഒരിക്കൽ പോലും അത് നടപ്പിലാക്കുന്നതിൽ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് യാതൊരുവിധ, അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കായാലും യാതൊരുവിധ താല്പര്യവും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിന് ഏറ്റവും നല്ല തെളിവാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് FRA എന്ന് പറയുന്ന ഫോറസ്റ്റ് വനാവകാശ നിയമം. ഇത് ഇവിടെ പാസ്സാക്കപ്പെട്ട് ഏതാണ്ട് 1.5 പതിറ്റാണ്ടിലധികമായി. പക്ഷേ ഇന്ത്യയിൽ ഫോറസ്റ്റ് റൈറ്റ് ആക്ടിൻ്റെ അംഗീകരിച്ചുകൊണ്ട് വനമേഖലയിൽ ആദിവാസികൾക്ക് അവകാശം കിട്ടിയവരുടെ ശതമാനക്കണക്ക് പരിശോധിച്ചാൽ കേവലം 4% മാത്രമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇത് നമുക്ക് മറ്റ് പല നിയമങ്ങളിലും ഇത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അപ്പോൾ ജനങ്ങൾക്ക് ഒരു പദ്ധതിയുടെ മേലെ ഉള്ള അല്ലെങ്കിൽ ഒരു 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 സേവനങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം, ഒരു സർക്കാരിൻ്റെ നടത്തുന്ന സേവനം അല്ലെങ്കിൽ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ഒരു കാര്യം അറിയണമെങ്കിൽ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്. പക്ഷേ ആ ആക്ട് പാസ്സാക്കിയ അന്ന് തൊട്ട് അതിനകത്ത് പലതരത്തിലുള്ള വെള്ളം ചേർക്കലുകളും കൂട്ടിച്ചേർക്കലുകളും ഭേദഗതികളുമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2005 പുതിയ ഏറ്റവും ഇപ്പോൾ നിലവിലുള്ള പാരിസ്ഥിതിക ആഘാത നിർണയ നിയമം നടപ്പിലാക്കിയത്. അതിൽ നിന്നിങ്ങോട്ടുള്ള ഈ ഒരു കാലയളവ് വരെ ഏതാണ്ട് 124 അമെൻമെൻറ്റുകൾ അതിനകത്ത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ചോദ്യങ്ങളോ പ്രത്യേക അന്വേഷണങ്ങളോ ഒന്നും കൂടാതെ തന്നെയുള്ള നിയമ ഭേദഗതികളാണ്. ഈ ഭേദഗതികളൊക്കെ തന്നെയും നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് അതത് കാലത്തെ ഓരോ തരത്തിലുള്ള ഇത്തരത്തിലുള്ള പദ്ധതികൾ, വികസന പദ്ധതികളും സാമ്പത്തിക നയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്. ഇന്ത്യ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന സാമ്പത്തിക നയ സമീപനം എന്ന് പറയുന്നത് തികച്ചും ഇവിടുത്തെ വൻകിട കുത്തകകൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു നയ സമീപനമാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു സാമ്പത്തിക നയങ്ങളെ ചോദ്യം ചെയ്യാതെ നമുക്ക് കേവലം ഒരു നല്ല മികച്ച എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആക്ട് ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളുണ്ടാക്കാൻ, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് കരുതുന്നതിൽ അല്പം കൂടുതലായി തന്നെയുള്ളൊരു മൗഢ്യം ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായും ഒരു നിയമം ഭേദഗതി വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു വികസന പദ്ധതിയുടെ അതിൻ്റെ പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച സംവാദങ്ങൾ ഉയർത്തുന്നു വരേണ്ടതും ഇത്തരം കാര്യങ്ങൾ ജനകീയമായി ചർച്ച ചെയ്യപ്പെടുന്നതും വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇനി ഇത്തരം ഒരു എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആക്ട് സംബന്ധിച്ചുള്ള ഒരു കരട് അല്ലെങ്കിൽ ഒരു പുതിയൊരു നിർദ്ദേശം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാരിസ്ഥിതിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ തന്നെ ചേർന്ന് തയ്യാറാക്കിയാൽ തന്നെയും അത്തരമൊരു നിയമം ഗവൺമെൻറ് അംഗീകരിച്ചാൽ തന്നെയും അത് പ്രായോഗികമായി നടപ്പിലാക്കപ്പെടുന്ന തലത്തിൽ അത്
പലപ്പോഴും പരാജയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുമായി അടിപ്പെട്ടിട്ടാണ് ഈ നിയമങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ പ്രധാനമായ ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ട് അതിന് നേരിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയായി വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് ആവശ്യമില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി തെളിവുകൾ നമുക്ക് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മുടെ രാജ്യത്തെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1986 അത്തരം ഒരു നിയമം പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 2.5 പതിറ്റാണ്ട് കാലമായി. പക്ഷേ ഈ 2.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഇന്ത്യയിലെ ഊർജ ഉപഭോഗത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് 4 മടങ്ങാണ്. അതിൽ തന്നെയും നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന നമ്മുടെ ഊർജോൽപാദനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം, ഏതാണ്ട് 1/3 ഭാഗം നാം കൽക്കരിയെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മലിനീകാരിയായിട്ടുള്ള ഒരു ഊർജ രൂപമാണ് കൽക്കരി എന്നുള്ള കാര്യം പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യം, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇന്ത്യൻ കൽക്കരിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ സൾഫർ കണ്ടന്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ ചാരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അത്രയും ക്വാളിറ്റി കുറഞ്ഞ കൽക്കരികളാണ്. ഈ കൽക്കരിയെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഊർജോൽപാദനത്തിൽ 75% നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കഴിഞ്ഞ ഇത്രയും കാലയളവിൽ നമ്മുടെ ഊർജ ഉപഭോഗം 4 മടങ്ങായി കൂടി എന്നതിൻ്റെ അർത്ഥം അത്രയും മാലിന്യം നമ്മൾ കൂടുതലായി ഈ ഭൂമിയിലേക്ക് തള്ളി എന്നുള്ളതാണ്. ഈ കൽക്കരി കത്തിക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കാർബൺ വിസർജനത്തിന് ഏറ്റവും കൂടുതൽ ഇടയാക്കുന്നൊരു സംഭവമാണ്. കൽക്കരിക്കെതിരായിട്ടുള്ള ആഗോളതലത്തിൽ തന്നെ വരുന്ന ഒരു പ്രധാന ക്യാമ്പയിൻ അത് നിലവിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും കൽക്കരിയെ ഒരു ഇന്ധന രൂപമായി ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യ അതിൻ്റെ ഊർജ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് എനർജി പോളിസി 2032 വരെയുള്ള നമ്മുടെ ഊർജ്ജോൽപാദനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു കാഴ്ചപ്പാട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് 7,78,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ഈ കൽക്കരിയെ തന്നെയാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ മൊത്തം കൽക്കരിയെയും എണ്ണയും അടങ്ങുന്ന ഖനിജ ഇന്ധനങ്ങളെ, ഫോസിൽ ഫ്യൂലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് നമ്മൾ എത്രമാത്രം പാരിസ്ഥിതിക ബോധ്യങ്ങൾ നമ്മൾ ഉൾച്ചേർത്തുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഊർജ ആസൂത്രണത്തും മൊത്തം വികസന ബോധ്യങ്ങളിലും എത്രമാത്രം പാരിസ്ഥിതിക മായ ഒരു മനോഭാവം നിലനിൽക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. ആഗോളതലത്തിൽ നാം വലിയ രീതിയിലുള്ള ക്ലൈമറ്റ് അഗ്രിമെൻറ്റുകൾ ഒപ്പിടുകയും, അപ്പോൾ നമുക്കറിയാം COP25 പോലുള്ള അന്താരാഷ്ട്ര കമ്മിറ്റീസ് ഓഫ് പാർട്ടീസ് 25 പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ നമ്മൾ പലതരത്തിലുള്ള കരാറുകൾ നമ്മൾ ഒപ്പിടും. നമ്മളെ ഊർജ മേഖലയിലെ ഇത് കാർബൺ വിസർജനം കുറക്കും എന്നുള്ളതൊക്കെയുള്ള പല കരാറുകളും ഒരു ഭാഗത്ത് ഒപ്പിടുകയും മറുഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാർബൺ വിസർജനം ഏറ്റവും വർദ്ധമാനമായ തോതിലുള്ള ഊർജ്ജ രൂപങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ ശീലിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷമുള്ള ഈ 25 കൊല്ല കാലത്തിനിടയിൽ തന്നെ നാം ഉണ്ടാക്കിയിരിക്കുന്ന ഗുരുതരമായ പാരിസ്ഥിതിക പ്രതിസന്ധികൾ കൂടി നാം മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള ഒരു മനോഭാവത്തിൻ്റെ ഏറ്റവും കൂടുതൽ ലിബറൽ എക്കണോമിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് ഇതിനെ കാണേണ്ടത്. ആ ലിബറൽ എക്കണോമിക് പോളിസികളെ എതിർക്കാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. ഇത് എനിക്ക് പല ഉദാഹരണങ്ങളും ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ ഈ രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയും അതിനെ മറികടക്കുന്നത്.
സാങ്കേതികമായിട്ട് നമ്മളൊരു എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പാരിസ്ഥിതിക ആഘാത നിർണ്ണയം എന്ന് പറയുന്നത് ഒരു തരത്തിൽ സാങ്കേതികത കൊണ്ട് മറികടക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻ്റൽ എൻജിനീയർക്ക് മറികടക്കാവുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ള. ഏത് തരത്തിലുള്ള ഒരു സാധാരണ പൗരന് അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റിന് മനസ്സിലാക്കുന്നതിനപ്പുറത്തുള്ള ചില സാങ്കേതിക ജടിലതകളുണ്ട് കാര്യങ്ങൾ മറികടക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കാം. ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക തൃശ്ശൂരാണെങ്കിൽ കാതികുടം അത് മലിനീകരണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഏറ്റവും അന്തരീക്ഷ മലിനീകരണത്തിൽ കാരണമാകുന്ന ഒരു ഗ്യാസ് അവിടെ നിന്ന് പുറത്തള്ളുന്നത് സങ്കല്പിക്കുക. ഇത് ഏത് സമയത്ത് എവിടെ എങ്ങനെ നിന്ന് അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യണമെന്നൊരു കൃത്യമായൊരു എൻവയോൺമെൻ്റൽ എഞ്ചിനീയർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സാമ്പിൾ എടുത്ത് നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കാറ്റിൻ്റെ ദിശ, അതെടുക്കുന്ന സമയം, കാരണം രാവിലെ ഏറ്റവും ഏർലി മോർണിംഗിലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളും ഈ സമയങ്ങളൊക്കെ തന്നെ ഈ ഗ്യാസിൻ്റെ അതിൻ്റെ ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടാവും അളവിൽ അന്തരീക്ഷത്തിലുള്ള. ഇത് എങ്ങനെ ഇതിനെ മറികടക്കാമെന്നുള്ള എൻവയോൺമെൻ്റൽ എഞ്ചിനീയർക്ക് കൃത്യമായും മനസ്സിലാവും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയും അത് ലബോറട്ടറി കൊണ്ടുപോയി ചിലപ്പോൾ അവിടെ ഒരു പാരിസ്ഥിതിക മലിനീകരണം ഇല്ലെന്നുള്ള റിപ്പോർട്ട് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ സാങ്കേതികതയുടെ ഒരു നൂലാമാലയെ പിടിച്ചുകൊണ്ട് മറികടക്കാവുന്ന പലതരത്തിലുള്ള ലൂപ്പ് ഹോളും ഇത്തരത്തിലുള്ള ഇതിനകത്ത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം കേവലമായ ഒരു പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ മാത്രമായ ഒരു വിഷയമായിട്ട് ഇതിന് കാണരുതെന്നും അതിനകത്ത് പരിസ്ഥിതിയോടൊപ്പം തന്നെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ആ ഒരു പദ്ധതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നമ്മൾ ആണ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത്. കേവലമായ പരിസ്ഥിതി എന്നുള്ളത് കേവലം മണ്ണ്, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഇത് എന്നുള്ളത്. അപ്പോൾ ആ സമൂഹവും മൊത്തം ഉൾപ്പെടുന്ന മനുഷ്യനും അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ നഗരമാണെങ്കിൽ ആ അർബൻ ഇക്കോളജി അടക്കം ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഒരു ആഘാതത്തെ ആ ഒരു പദ്ധതി ആ സമൂഹത്തിൽ പൊതുവായി ഉണ്ടാക്കുന്ന സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ എന്താണെന്നും അതിൻ്റെ സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ എന്താണെന്നും ഒക്കെയും പരിശോധിക്കുന്ന ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആയിരിക്കണം നടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വളരെ കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ഈ ഡ്രാഫ്റ്റിനകത്ത് സോഷ്യൽ ഇമ്പാക്റ്റ് എന്നുള്ള ഒരു ഘടകം വളരെ വളരെ പെരിഫറലായിട്ട് അതിനെക്കുറിച്ച് സൂചനയില്ലെന്നല്ല, വളരെ പെരിഫറലായിട്ടാണ് അത് അതിനെക്കുറിച്ചിട്ട് അത് പ്രതിപാദിക്കുന്നത്. അതേസമയം ഒരു പദ്ധതി ഉണ്ടാക്കുന്ന സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ വളരെ രൂക്ഷമായിരിക്കാം. കാരണം ഒരു പ്രദേശത്തിൻ്റെ തനതായ തൊഴിൽ ദായക രീതികളും അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാവുന്ന ഉൽപ്പാദനങ്ങളെയും ഒക്കെ തന്നെയും അതുണ്ടാക്കുന്ന മാറ്റം അതിഭീകരമായിരിക്കും. അത് വളരെ വളരെ ദീർഘകാല പ്രത്യാഘാതങ്ങളായിരിക്കും. പക്ഷെ അതിനെ മനസ്സിലാക്കുന്നതിന് ആവശ്യമായ നടപടികൾ നമ്മൾ ഇതിനകത്ത് ഉൾച്ചേർക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ ഇതിനൊക്കെ തന്നെയും വേറൊരു കാഴ്ചപ്പാടിലൂടെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് വളരെ പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത് വളരെ അനിവാര്യമായ ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രധാനമായും നമ്മൾ നിലവിൽ നിൽക്കുന്ന ഒരു സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമാന്യ സാമ്പത്തിക സിദ്ധാന്തങ്ങളുടെ ഒരു രീതിശാസ്ത്രത്തിൻ്റെ തന്നെ പരിമിതിയുണ്ട്. അതിൽ സ്വാഭാവികമായും നമ്മൾ ഒരു പ്രാകൃതികമായ സേവനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മൂല്യനിർണ്ണയവും നടത്തിയിട്ടില്ല എന്നുള്ളത്. അത് കുറച്ചുകൂടി അത് വ്യക്തമാക്കിയാൽ നമ്മൾക്കിവിടെ വളരെ സൗജന്യമായി ലഭിക്കുന്ന ശുദ്ധവായുവിനോ അല്ലെങ്കിൽ ഒരു പുഴയിൽ അത് ഒഴുകുന്ന വെള്ളത്തിനോ അല്ലെങ്കിൽ അത് ഒരു മരം നൽകുന്ന അതിൻ്റെ ഒരു തണലിനെയോ അല്ലെങ്കിൽ അത് നൽകുന്ന ഓക്സിജനോ ഒന്നും തന്നെ നിലനിൽക്കുന്ന സമ്പദ്ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ യാതൊരു തരം മൂല്യവും നൽകുന്നില്ല എന്നാണ്. ഇത് ഒരു വലിയ പ്രതിസന്ധി നാളിതുവരെ കഴിഞ്ഞൊരു 100-300 വർഷമായിട്ട് നാം തുടർന്നു പോകുന്നൊരു സമ്പദ്ക്രമം ഇതാണ്. ഇത് പാരിസ്ഥിതിക സേവനങ്ങൾക്ക്, പാരിസ്ഥിതികമായ വസ്തുക്കൾക്ക് യാതൊരു തരത്തിലുള്ള മൂല്യവും നൽകുന്നത് അത് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ സൗജന്യം ഇന്ന് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നമ്മൾ ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന
ഈ പ്രകൃതി വിഭവങ്ങളുടെ ധൂർത്തിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾക്ക് ഒരു അവസാനം ആയി എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് റിച്ചാർഡ് ഹൈൻബർഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ദ പാർട്ടി ഈസ് ഓവർ എന്നും, ആഘോഷങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ കൃത്യമാണ്. അദ്ദേഹം ഓയിൽ എക്കണോമിയുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെങ്കിലും വർത്തമാനകാലത്ത് നിലനിൽക്കുന്ന പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് വലിയ രീതിയിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ ക്രൈസിസ്, അതിൻ്റെ ഒരു ദൗർലഭ്യം, നമ്മളെ സ്കാൽസിറ്റി നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിലവിലുള്ള സമ്പദ്ശാസ്ത്ര മാതൃകകൾക്ക് പാരിസ്ഥിതിക സേവനങ്ങളുടെ മൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായൊരു നിർണയം സാധ്യമാകുന്നില്ല എന്നുള്ളത് അത് പ്രവർത്തനങ്ങളിൽ തന്നെ പ്രതിഫലിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായും ഈ ഒരു പാരിസ്ഥിതിക മൂല്യങ്ങളെ അതിൻ്റെ കൃത്യമായും ഉൾക്കൊള്ളുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തങ്ങളും വികസന രീതികളും പൊതുവായി വളർന്നു വരേണ്ട ഒരു അവസ്ഥ ഇവിടെ സംജാതമായിരിക്കും. അപ്പോൾ നിലനിൽക്കുന്ന ഒരു നിയോ ക്ലാസിക്കൽ എക്കണോമിക് തിയറികൾക്ക് പോകാവുന്നൊരു ദൂരം അത് താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിരന്തരമായി വളർച്ച അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് നിയോ ക്ലാസിക്കൽ എക്കണോമിയുടെ ഒരു പ്രധാനപ്പെട്ടൊരു ഇതാണ്. നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവർക്ക് പറ്റുന്നില്ല പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ അതോടുകൂടി ചേർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നു. അത് പാരിസ്ഥിതികമായിട്ടുള്ള പലതരത്തിലുള്ള എക്സ്റ്റേണാലിറ്റീസുകൾ, ബാഹ്യ ഘടകങ്ങൾ അതിനകത്ത് തടസ്സങ്ങളായി വരുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വേറൊരു കൺസെപ്റ്റ് അത് മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ ഒരു വിരുദ്ധോക്തിയാണ്. സസ്റ്റൈനബിളായിട്ട് സ്ഥായിയായിട്ട് ഒരു കാര്യത്തിനും വികസിക്കാൻ പറ്റില്ല. നമുക്കറിയാം ഒരു ബലൂണിനകത്ത് നമ്മൾ കാറ്റ് നമുക്ക് നിറക്കാവുന്ന ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് ബേസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ സുസ്ഥിരമായി വികസിക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാട് തന്നെ മുതലാളിത്തത്തിൻ്റെതാണ്. അതിനപ്പുറത്ത് നമുക്ക് സ്ഥായിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മനുഷ്യന് മൊത്തത്തിലുള്ള മുന്നോട്ട് പോക്ക്, പ്രകൃതിയെയും മറ്റ് അതിൻ്റെ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൊണ്ട് ചേർത്തുകൊണ്ട് ഒരു മുന്നോട്ട് പോക്ക് മാത്രമേ സാധ്യമാവൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ പറയുന്ന സാമാന്യ സാമ്പത്തിക മാതൃകകളുടെ വളർച്ചാ സിദ്ധാന്തം അതിന് പരിധി ഏറ്റവും എത്തിയിരിക്കുകയാണെന്നും തുടർന്ന് അങ്ങോട്ടുള്ള മുന്നോട്ട് പോകുന്ന മനുഷ്യൻ്റെയും ഈ മൊത്തത്തിൽ പ്രകൃതിയുടെയും മുന്നോട്ട് ഉള്ള സഞ്ചാരത്തിന് പുതിയ സാമ്പത്തിക സിദ്ധാന്തങ്ങളും ഒക്കെ തന്നെയും വളർന്നു. ഇതൊരു വലിയ വിശാലമായൊരു ചർച്ച, സംവാദം ആവശ്യമായുള്ള മേഖലയാണ്. നമുക്ക് അതിനെ സമ്പുഷ്ടീകരിക്കുന്ന നടപടികൾ, അന്വേഷണങ്ങൾ വളരെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ദശാസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഒരു ചർച്ച EIA ഡ്രാഫ്റ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആ ചർച്ചയിൽ മാത്രം ഒതുങ്ങി, അതിനകത്തുള്ള സാങ്കേതികതയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറത്തേക്കുള്ള നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു വികസനം സാധ്യമല്ലെന്നുള്ളതും നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭൗതിക സൗകര്യങ്ങളും അതേ രീതിയിൽ നമുക്ക് ശാശ്വതമായി ലഭിക്കില്ലെന്നുള്ള ഒരു ബോധ്യം നമ്മളെ അവിടെ ഉറപ്പിച്ച് നിർത്തേണ്ടതാണ്. ഏറ്റവും അടിസ്ഥാനപരമായി ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ വരാനിരിക്കുന്ന എത്രയോ തലമുറകളെ കുറിച്ച് പോലും നമ്മൾ ആലോചിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഒരു സമതയെ സംബന്ധിച്ചിട്ടുള്ള ഒരു തുല്യതയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ തന്നെ നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് ഉള്ള സൊസൈറ്റികളും തമ്മിലുള്ള തലമുറകൾ തമ്മിലുള്ള ഒരു സമതയെക്കുറിച്ചാണ്. പക്ഷേ വരാനിരിക്കുന്ന തലമുറകളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഇൻ്റർ ജനറേഷണൽ ഈക്വിറ്റി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാടിനകത്തേക്ക് ഉൾച്ചേർക്കേണ്ടുന്ന ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പദ്ധതികളെ സംബന്ധിച്ച് ഒരു പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിന് മുൻകരുതൽ തത്വം, അത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആഘാതങ്ങളെ സംബന്ധിച്ചും ഒരു പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് രണ്ടാമത്തൊരു കാര്യമാണ്.
മറ്റൊന്ന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സസ്റ്റൈനബിലിറ്റി എന്നാണ്. ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ വലിയ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് വളരെ തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സസ്റ്റൈനബിളായിട്ട് അല്ലെങ്കിൽ സ്ഥായിയായി സുസ്ഥിരമായി വികസിക്കാൻ ലോകത്തെ ഒന്നിനും സാധ്യമല്ല. കാരണം നിലനിൽക്കുന്ന ഭൗതിക പ്രപഞ്ച നിയമങ്ങൾ ആ രീതിയിലുള്ള ഒരു തരത്തിലും സ്ഥിരമായ വികാസത്തിന് എതിരായിരിക്കുമെന്നുള്ളത്. എല്ലാ തരത്തിലുള്ള ഭൗതിക നിയമങ്ങളും അതിനോടും എതിർ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിരമായിട്ട് ഒന്നിനും വികസിക്കാൻ പറ്റില്ല. അതേസമയത്ത് മനുഷ്യൻ അവൻ്റെ ഉൽപ്പാദനത്തെയും അവൻ്റെ ഉപഭോഗത്തെയും സംബന്ധിച്ച കാഴ്ചപ്പാടിൽ അതിനകത്ത് പ്രകൃതിയുടെ അല്ലെങ്കിൽ വിഭവങ്ങളുടെ ഒരു സ്ഥായിത്വത്തെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ നൈരന്തര്യത്തെയും സ്ഥായിത്വത്തെയും സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ സൂക്ഷിക്കുകയും പുതുക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകൾ, പുതുക്കാവുന്ന വിഭവങ്ങളെ അതേ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും പുതുക്കാൻ സാധിക്കാത്തവ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള വിഭവങ്ങളെ അതിൻ്റെ വിനിയോഗത്തിലും ഉപഭോഗത്തിലും കൃത്യമായൊരു നിയന്ത്രണം സാധ്യമാക്കിയും മാത്രമേ ഇനിയുള്ള കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ മുഴുവൻ ചർച്ചകളും ഇത്തരത്തിലുള്ള EIA അടക്കമുള്ള അല്ലെങ്കിൽ ഒരു പദ്ധതിയെ സംബന്ധിച്ചും പാരിസ്ഥിതികമായ ചർച്ചകൾ ഇത്തരത്തിലുള്ള ഒരു വിശാല ഭൂമികയിലേക്ക് കടക്കേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തുതന്നെയായാലും അത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനും ആ രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്കിന് സജ്ജരാകാനും ജനങ്ങളെ തയ്യാറാക്കുന്നതിൽ യുവത ബുക്സ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും ഇതിൻ്റെ സംഘാടകർക്ക് നേരുന്നു. പരിസ്ഥിതി ആഘാത നിർണയ ഭേദഗതിയിലെ ചതിക്കുഴികളെ ചൂണ്ടിക്കാട്ടി സംസാരിച്ച കെ സഹദേവൻ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നമ്മോട് സംസാരിക്കുന്നത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള CR നീലകണ്ഠൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, യുവത ബുക്സ് നടത്തുന്ന ലിറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിലും എനിക്ക് അവസരം തന്നതിലും ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എൻവറോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് EIA 2020 നോട്ടിഫിക്കേഷനാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ലോകം മുഴുവൻ പാരിസ്ഥിതികമായ ദുരന്തത്തിൻ്റെ മുനമ്പിലാണ് എന്ന് നമുക്കിന്നറിയാം. ലോകരാഷ്ട്ര തലവന്മാർ തന്നെ പാരിസ്ഥിതികമായ ദുരന്തങ്ങളെപ്പറ്റി, അതിൻ്റെ സാധ്യതകളെപ്പറ്റി, അതിനെ നേരിടാനുള്ള വഴികളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തിന്? കാലാവസ്ഥാ മാറ്റം പോലെയുള്ള കാര്യങ്ങൾ പോലും വെറും സങ്കല്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് പോലും ഇന്ന് ഗ്രീറ്റ തൻബർഗ് പോലെയുള്ള പെൺകുട്ടികളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയാതെ ചൂളിപ്പോകേണ്ടി വന്നിരിക്കുന്നു. ലോകത്ത് ദുരന്തങ്ങൾ പലതരത്തിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം നോക്കൂ. കഴിഞ്ഞ 3 വർഷങ്ങളിൽ അതിൽ 2 വർഷം തുടർച്ചയായി അതിശക്തമായ മഴയും പ്രളയവും ദുരന്തങ്ങളും ഉണ്ടായി. ഈ വർഷവും അതിന് ചില ലക്ഷണങ്ങൾ ഉണ്ടായി. വലിയ കാര്യമായി കടന്നു വന്നില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ആശ്വാസം മാത്രമാണ്, പ്രതീക്ഷ മാത്രമാണ് ഇനിയും ഉണ്ടാകാം. കാരണം കാലാവസ്ഥാ മാറ്റവും പാരിസ്ഥിതിക ദുരന്തങ്ങളും വലിയ തോതിൽ ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് നാം ഈ പാരിസ്ഥിതിക ദുരന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? നമുക്കറിയാം, 1970 വരെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും വലിയ വിഭാഗം രാഷ്ട്രീയ നേതാക്കളും ചിന്തകരുമൊക്കെ അവഗണിച്ചിരുന്ന ഒരു വിഷയമാണ് പാരിസ്ഥിതികമായ സന്തുലനം എന്നത്. 1970 മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ഉന്നതരായ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ ഒരു സംഘം അവർ ഉന്നയിച്ച ഒരു വിഷയമാണ് ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്ന ഒരു രേഖയായി പുറത്തു വന്നത്. വളർച്ചയ്ക്ക് പരിമിതികൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് അവർ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ തന്നെ നിരവധി ചർച്ചകൾ നടത്തുകയും 1972 സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന സ്വീഡനിലെ നഗരത്തിൽ വെച്ച് ലോകത്തിലുള്ള രാഷ്ട്ര തലവന്മാരുടെ വലിയൊരു യോഗം സംഘടിപ്പിക്കുകയും ചെയ്തു. ആ യോഗത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത് അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെയാണ്. ലോകത്ത് വിഭവങ്ങൾ പരിമിതമാണ് എന്നും നാം ഇപ്പോൾ ധാരാളമുണ്ട് എന്ന് പറയുന്ന എല്ലാം തന്നെ ഒരു പക്ഷേ ഇല്ലാതായി തീർന്നേക്കാമെന്നും അത് മലിനീകരിക്കപ്പെട്ടേക്കാമെന്നും ശോഷിക്കപ്പെട്ടാമെന്നും ഒക്കെയുള്ള ആകുലതകൾ അവിടെ മുന്നോട്ട് വയ്ക്കുകയും അതുകൊണ്ട് തന്നെ
അവയുടെ വിനിയോഗവും ദുരുപയോഗവും നിയന്ത്രിക്കുന്നതിന് നിയമങ്ങൾ ഉണ്ടാകണം, ചട്ടങ്ങൾ ഉണ്ടാകണം. ഗവൺമെന്റുകൾ പ്രോ ആക്റ്റീവായി നേരിട്ട് തന്നെ ഇടപെടണം. വെറും ഡിഫൻസ് അല്ല ഗവൺമെന്റ് കളിക്കേണ്ടത്, ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടണം എന്ന അർത്ഥത്തിലുള്ള ചർച്ചകൾ വരികയും അതിന്റെ ഭാഗമായി 1974 ഇന്ത്യയിൽ വാട്ടർ ആക്ട് ഉണ്ടാവും. വാട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനുള്ള നിയമം. അതിനുശേഷം 1981 എയർ ആക്ട് ഉണ്ടാവും. എയർ ആക്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വായുവിനെ സംരക്ഷിക്കാൻ. ജലവും വായുവുമാണല്ലോ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ മലിനീകരണം തടയാനായില്ല എന്ന് മാത്രമല്ല, 1984 ഡിസംബർ 3 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഭോപ്പാൽ എന്ന് പറയുന്ന നഗരത്തിൽ വലിയ തോതിലുള്ള ഒരു ദുരന്തം സംഭവിക്കുന്നു, വ്യാവസായിക ദുരന്തം. അവിടെ ടാങ്കിൽ സൂക്ഷിച്ചിരുന്ന മീഥൈൽ ഐസോസൈനൈറ്റ് എന്ന് പറയുന്ന വാതകം ടാങ്ക് പൊട്ടി പുറത്തു വരികയും 3000-ലധികം ആളുകൾ ആ രാത്രി തന്നെ, ഒറ്റ രാത്രി കൊണ്ട് അവിടെ മരണമടയുകയും, ചിലർ മരിക്കുകയാണെന്നറിയാതെ ഉറങ്ങുമ്പോൾ മരിക്കുന്നു, കസേരയിൽ ഇരുന്നു കൊണ്ട് മരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിന്റെ ദുരന്തങ്ങൾ പിന്നീട് പല കാലഘട്ടങ്ങളിലായി ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഫലമായി നമുക്ക് നേരിടാൻ കഴിയുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കപ്പോഴാണ് ആ ദുരന്തത്തിന് കാരണമായ ആളുകൾ മുഴുവൻ ഇന്ത്യ രാജ്യം വിട്ട് രക്ഷപ്പെട്ടു പോയി എന്ന് നാം അറിയുന്നത്. അതിന്റെ വാർണർ ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഉടമ അവരടക്കം ഇത്രയധികം ആളുകളെ കൊന്നിട്ടും ഒരു തകരാറുമില്ലാതെ ജീവിതാന്ത്യം വരെ വളരെ സുഖമായി അമേരിക്കയിൽ പോയി ജീവിച്ചു എന്ന് പറയുമ്പോൾ, ഇവിടെ ഇപ്പോഴും ദുരന്തം അനുഭവിക്കുന്ന ഭോപ്പാലിലെ മനുഷ്യരുടെ ജീവിതത്തിന് മറുപടി പറയാൻ ആരുമില്ലാതായി. അതിനൊരു നിയമം ഇവിടെ ഇല്ലാതായി. ഗവൺമെന്റ് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 30-40 വർഷം കഴിഞ്ഞ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 30,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്ന നാമമാത്രമായ നാണം കെട്ട ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഗവൺമെന്റ് വന്നുപെട്ടു. അപ്പോഴാണ് 1986 നമുക്ക് സമഗ്രമായ ഒരു പരിസ്ഥിതി സംരക്ഷണ നിയമം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചത്. 1986 അങ്ങനെയാണ് നമ്മളൊരു നിയമം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് വരുന്നത്. അത് വളരെ സമഗ്രമായൊരു നിയമമാണ്. അന്നുവരെയുള്ള പാരിസ്ഥിതികമായ വിജ്ഞാനങ്ങളും സങ്കേതങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, വിവേകങ്ങളും യുക്തികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 1986 സമഗ്രമായ നിയമം ഉണ്ടാക്കുന്നു. അതാണ് ഇന്ന് നിലനിൽക്കുന്ന അംബർല ആക്ട് എന്ന് പറയാം, കുട പോലെയുള്ള ആക്ട്. അതിന് താഴെയാണ് ഇന്ത്യയിലെ എല്ലാ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും വിജ്ഞാപനങ്ങളും ഉത്തരവുകളും എല്ലാം. ഈ ഉത്തരവും അതിന്റെ ഭാഗമാണ്. 1986 ആ ഉത്തരവ് നടപ്പാക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ചില പ്രത്യേക സമീപനങ്ങൾ നമ്മളോട് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനം എന്ന് പറയുന്നത് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്നാണ്. പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കരുതൽ തത്വമാണ്. നമുക്കറിയാം, പാരിസ്ഥിതികമായ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു നാശം ഉണ്ടായാൽ ആ നാശം തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതാണ് പലയിടത്തും എന്നതാണ്. ഒരു ഉദാഹരണം, ഒരു വനം നശിപ്പിക്കപ്പെട്ടാൽ ആ വനം തിരിച്ചു കൊണ്ടുവരിക എന്നത് ഒരുപക്ഷെ 10,000 വർഷങ്ങളുടെ ഫലം കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പണം കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു കുന്നിടിച്ചാൽ ആ കുന്ന് തിരിച്ചവിടെ വരില്ല. ഒരു പാറ എടുത്താൽ തിരിച്ചാൽ പാറ എവിടെ ഉണ്ടാവില്ല. അത് നൽകിയിരുന്ന പാരിസ്ഥിതിക സേവനങ്ങൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ പ്രിക്കോഷൻ എന്താണ്? ഒരു നാശമുണ്ടാകുമോ എന്ന് സംശയമുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെയാണല്ലോ കരുതൽ, നാശമുണ്ടാകുമോ എന്ന് സംശയമുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യില്ല. ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കി മാത്രം അത് ചെയ്യും. അപ്പോൾ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് അതിന്റെ പാരിസ്ഥിതിക ആഘാതം എന്താണ് എന്നാണ്. അപ്പോൾ പാരിസ്ഥിതിക ആഘാതം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതുപോലെ സാമൂഹ്യ ആഘാതവും അതിന്റെ സാമ്പത്തിക ആഘാതവും ഒക്കെ പഠിക്കും. അപ്പോൾ പാരിസ്ഥിതിക ആഘാതം ഉണ്ടോ എന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ച് ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. അല്ല, അത് തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തലോടുകൂടി നടപ്പാക്കണം. ഇതാണ് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഒരുപക്ഷെ യുവാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. യുവാക്കളുടെ മുമ്പിൽ വയ്ക്കുന്നത്, നമ്മളൊക്കെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി എന്ന് പറയുന്ന പ്രധാനമാണ്. എന്താ ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്? തലമുറകൾ തമ്മിലുള്ള സമത്വം. ഇപ്പോൾ എൻ്റെ തലമുറ യഥാർത്ഥത്തിൽ ഇവിടുത്തെ യുവാക്കളോട് അങ്ങേയറ്റം മാപ്പ് ചോദിക്കേണ്ട തലമുറയാണ്. കഴിഞ്ഞ 100 തലമുറകൾ ഉപയോഗിച്ച മുഴുവൻ വിഭവങ്ങളും ഉപയോഗിച്ച ഒരു തലമുറയാണ് എൻ്റേത്. അതിനുശേഷം വരുന്ന തലമുറയ്ക്ക് അതിന്റെ പകുതി പോലും കിട്ടുന്നില്ല. ശുദ്ധമായ വെള്ളം സൗജന്യമായി കിട്ടിയിരുന്ന ഒരു ബാല്യമാണ് എനിക്കുള്ളതെങ്കിൽ ഇന്ന് എൻ്റെ അടുത്ത തലമുറയ്ക്ക് നല്ല വെള്ളം കിട്ടണമെങ്കിൽ 20 രൂപ കുപ്പിക്ക് കൊച്ചു കൊടുക്കണം. അങ്ങനെ ശുദ്ധജലം പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. ശുദ്ധവായുവിന് വരെ വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെ ദുരന്തങ്ങൾ നമുക്കുണ്ടാകുന്നു.
എൻ്റെ ചെറുപ്പത്തിലുള്ള ജീവിത രീതിയല്ല ഇന്നുള്ളത്. ഭക്ഷണത്തിൽ പോലും നമുക്ക് വിഷമുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ തലമുറ എനിക്ക് കൈമാറിയ, എൻ്റെ തലമുറയ്ക്ക് കൈമാറിയ സമ്പത്തിനെ സമത്വത്തോടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ബാധ്യത ഓരോ തലമുറയ്ക്കും മനുഷ്യന് നൽകിയിട്ടുണ്ട്. അത് നിറവേറ്റപ്പെടുമോ? അതാണ് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഈ തലമുറയ്ക്ക് കിട്ടിയ അവസരങ്ങൾ അടുത്ത തലമുറയ്ക്ക് കിട്ടണം. അത് കിട്ടുന്നില്ല. അപ്പൊ ഗ്രേറ്റ തൻബർഗിനെ പോലെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യം അതാണ്, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അപ്പൊ ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന് പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഗ്രഷൻ. ഒരുപക്ഷെ ഇതുവരെ കുറെ നാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ഒരു നാശവും ഉണ്ടാവില്ല. ഇനി ഉള്ളതെങ്കിലും സംരക്ഷിക്കുക, അതാണ് തകർച്ച ഉള്ളതെങ്കിലും ഒഴിവാക്കുക എന്നതാണ് അതിൽ പ്രധാനം. നാലാമതൊരു തത്വം നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് സുസ്ഥിര വികസനം എന്നത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് വികസനം വേണം എന്ന് എല്ലാവരും സമ്മതിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഏത് വേഗത്തിൽ എത്രത്തോളം ആകാം. ഒരു ഉദാഹരണത്തിന്, ഞാൻ എറണാകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത്. തൃശ്ശൂര് എനിക്ക് എത്തണം. ഇവിടുന്ന് 75 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് 1 മണിക്കൂറിനകത്ത് തൃശ്ശൂർ എത്തണം. എൻ്റെ കയ്യിൽ 200 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു കാറുണ്ട്. 200 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുക കാറിന്. എൻ്റെ കയ്യിൽ പെട്രോൾ ഉണ്ട്, ഞാൻ അതിന് ലൈസൻസ് എടുത്തിട്ടുണ്ട്, ഞാൻ അതിന് ടാക്സ് കെട്ടിയിട്ടുണ്ട്, റോഡ് ടാക്സ് കെട്ടിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുകയാണ്, 200 കിലോമീറ്റർ വേഗതയിൽ ഓടാവുന്ന കാറ് പോയാൽ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എത്താം. പക്ഷെ എനിക്കങ്ങനെ പോകാൻ കഴിയുമോ? എനിക്കങ്ങനെ പോകാൻ കഴിയില്ല. കാരണം ഞാൻ അങ്ങനെ പോയാൽ ഞാൻ പോകുന്ന ഒരു റോഡിലൂടെയാണ്. ആ റോഡ് എത്ര കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയുന്നതാണ്? ആ റോഡിൽ എത്ര വാഹനങ്ങളുണ്ട്? മറുവശത്ത് നിന്ന് എത്ര വാഹനങ്ങളുണ്ട്? എന്റെ മാത്രം ഒരു വിഷയമല്ല ഇവിടുന്ന് തൃശ്ശൂർ എത്തുക എന്നുള്ളത്. അപ്പൊ എനിക്ക് പണമുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് വിഭവങ്ങൾ ഉപയോഗിക്കാം എന്ന് പറയാൻ പറ്റില്ല. അത് മറ്റ് മനുഷ്യരെയും മറ്റ് ജീവികളെ, മനുഷ്യരെ മാത്രമല്ല മറ്റ് ജീവികളെ, പ്രകൃതിയെ, വരാനിരിക്കുന്ന തലമുറകളെ മുഴുവൻ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നിലനിൽക്കാവുന്ന ഒരു വികസനമേ പാടുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിപ്പോ 5000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെക്കണം. എനിക്ക് ഇഷ്ടംപോലെ കല്ല് ഉപയോഗിക്കാം, മണ്ണ് ഉപയോഗിക്കാം, എനിക്ക് ഇഷ്ടംപോലെ സിമെന്റ് ഉപയോഗിക്കാം, കമ്പി ഉപയോഗിക്കാം, വൈദ്യുതി ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കാം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് പണമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് ഉപയോഗിക്കാൻ അവകാശമില്ല. കാരണം എന്റെ പണം കൊണ്ട് തിരിച്ചു വയ്ക്കാൻ കഴിയുന്ന സാധനങ്ങളല്ല ഇത് പലതും. ഞാൻ കല്ല് ഉപയോഗിച്ചാൽ കുറെ പണം കൊടുത്താൽ വീണ്ടും കല്ലുണ്ടാവില്ല. ഞാൻ മണൽ ഉപയോഗിച്ചാൽ വീണ്ടും ഉണ്ടാവില്ല, ശുദ്ധജലം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ തത്വമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മറ്റ് പല തത്വങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും, താല്പര്യ വൈരുദ്ധ്യം. താല്പര്യ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് 2 ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ട്. ഇപ്പൊ അമ്മായിയമ്മ പോരെന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ഒരാൾക്ക് മകനായും ഭർത്താവായും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. ചെറിയൊരു കാര്യമാണ്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മന്ത്രി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാം. അപ്പൊ അയാൾക്ക് വികസനമാണ് താല്പര്യം, അതുകൊണ്ട് നമുക്ക് പരിസ്ഥിതി നോക്കേണ്ടതില്ല എന്ന് വന്നാൽ അതിൽ ഏതിനായാൽ മുൻഗണന കൊടുക്കും. ഇത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ വളരെ പ്രത്യേകമായൊരു കാര്യമുണ്ട്. ഈ നമുക്ക് 2020 വിജ്ഞാപനം ഇറക്കിയ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, ആ കേന്ദ്രമന്ത്രി വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രി, അദ്ദേഹത്തിന് മറ്റൊരു വകുപ്പ് കൂടിയുണ്ട്. അത് ഖന വ്യവസായത്തിന്റെ വകുപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഖന വ്യവസായങ്ങളും പരിസ്ഥിതിയും തമ്മിൽ എങ്ങനെയായിരിക്കും? അയാളുടെ താല്പര്യം എന്തായിരിക്കും? ഇദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ, ഒരു ഖന വ്യവസായം പരിസ്ഥിതിക്ക് നാശം ഉണ്ടാക്കുമെന്ന് വന്നാൽ അയാൾ ഖന വ്യവസായത്തിന്റെ ഭാഗത്ത് നിൽക്കുവോ പരിസ്ഥിതിയുടെ ഭാഗത്ത് നിൽക്കുവോ? ഇതാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ പല നിയമങ്ങളും ഉള്ള നിയമങ്ങൾ തന്നെ നടപ്പാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന തത്വങ്ങൾ പാലിച്ചുകൊണ്ട് 86 നിയമം ഉണ്ടാക്കി, ആ നിയമം നടപ്പാക്കട്ടെ. ഇത് നിയമം ഉണ്ടാക്കി വെച്ച കാര്യമില്ല. ആ നിയമം നടപ്പാക്കാൻ ചില സംവിധാനങ്ങൾ വേണം. അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അങ്ങനെയുള്ള പല സംവിധാനങ്ങളും ഉണ്ടായി. അത് മാത്രമല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പദ്ധതി വരുമ്പോൾ അതിന്റെ പാരിസ്ഥിതികാഘാതം മുൻകൂട്ടി നിശ്ചയിച്ച് അതിനെ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ആവശ്യമെങ്കിൽ ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അത് മോഡിഫൈ ചെയ്യാനും ഒക്കെ വേണ്ട ഒരു നിയമമാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. പാരിസ്ഥിതികാഘാതം പഠിക്കുക. അത് കേവലം ഒരു പഠനം മാത്രമല്ല, നമ്മൾ പറയുന്ന പോലെ ഒരു പഠനം പഠിച്ചു പോലെ. അത് പാരിസ്ഥിതികാഘാത പഠനം എന്ന് പറയുന്നത് ഇത് പഠിക്കുകയും അത് പരിശോധിക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ആ തിരുത്തലുകൾ നടപ്പാക്കുകയും നടപ്പാക്കുന്നുണ്ട് എന്ന് പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ പ്രവർത്തനകാലം മുഴുവൻ അത് പരിശോധിക്കുകയും ചെയ്യുന്ന വലിയൊരു സംവിധാനമാണ്. അതിനുള്ളൊരു ചട്ടക്കൂടാണ് EIA എന്ന് പറയുന്നത്. 1994 ആണ് ആദ്യമായി EIA വിജ്ഞാപനം, അതിന്റെ കരട് വിജ്ഞാപനം വരുന്നു. അങ്ങനെ ആ വിജ്ഞാപനം, ആദ്യത്തെ വിജ്ഞാപനം വന്നു. പക്ഷെ ആ വിജ്ഞാപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഒരുപാട് കുറവുകളുണ്ട്. പല കാര്യങ്ങളും നമ്മൾ നടത്തി വരുമ്പോഴാണ് അതിന്റെ കുറവുകൾ അറിയുക. അങ്ങനെ ആ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്തരവുകൾ വന്നു, പഠനങ്ങൾ വന്നു, കോടതി വിധികൾ വന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് 2006 ആണ് ഇന്ന് നിലവിലുള്ള EIA വിജ്ഞാപനം പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ 2020 വരുന്നത് 2006 വിജ്ഞാപനത്തെ ഭേദഗതി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് 2006 വിജ്ഞാപനം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തിയത്. 2006 വിജ്ഞാപനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ഉദാഹരണത്തിന് ഒരു പദ്ധതി വരും.
ഒരു പദ്ധതി നിർദ്ദേശം വരുന്നു. ഇങ്ങനെ ഒരു പദ്ധതി, ഒരു ഡാം കെട്ടണം, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു റോഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വിമാനത്താവളം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു താപനിലയം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ആണവ നിലയം ഉണ്ടാക്കണം. എന്തായാലും അങ്ങനെ ഒരു പദ്ധതി നിർദ്ദേശം വന്നാൽ ആ നിർദ്ദേശം ആദ്യം വരുന്നത് പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ മുമ്പിലാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. ഇപ്പൊ അതിന്റെ പേര് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ മാറ്റ മന്ത്രാലയം എന്നാക്കിയിട്ടുണ്ട്. കാരണം കാലാവസ്ഥാ മാറ്റവും പരിസ്ഥിതിയുടെ ഒരു വലിയ വിഷയമാണ്. അപ്പോൾ MOEFCC ആ മന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ അവരതിനെ ആദ്യം തന്നെ വിഭാഗങ്ങളാക്കി തിരിക്കും. വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടമുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ, കുറെ സംസ്ഥാന സമിതികളുടെ കീഴിൽ. അപ്പൊ കേന്ദ്ര സമിതി പരിശോധിക്കേണ്ടത്, സംസ്ഥാന സമിതികൾ പരിശോധിക്കേണ്ടത് എന്ന് A-B എന്ന് 2 വിഭാഗങ്ങളാണ്. അപ്പൊ A വിഭാഗം കൂടുതൽ അപകടകരമായേണ്ടതും B വിഭാഗം അപകടം അല്പം കുറഞ്ഞതും എന്നാണ് പൊതുവെ പറയുക. പക്ഷെ പിന്നെ അത് വർത്തമാനത്തിലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നടപ്പാക്കി വന്നപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ അത് മൂലധനത്തിന്റെ അടിസ്ഥാനത്തിലാക്കി. ഇത്ര കോടിക്ക് മേലെ ഉള്ളതൊക്കെ കേന്ദ്ര സമിതിയും ഇത്ര കോടിക്ക് താഴെയുള്ളതൊക്കെ സംസ്ഥാന സമിതിയും. അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ കോടി കൂടിയത് കൊണ്ട് അപകടം കൂടിക്കൊള്ളണമെന്നില്ല. കോടി കുറഞ്ഞാലും ചിലപ്പോൾ അപകടമൊക്കെ ഉണ്ടാവാം. മൂലധനം മാത്രമല്ല അപകടത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ നമുക്കതൊക്കെ അറിയാം, അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും A കാറ്റഗറി, B കാറ്റഗറി എന്ന് 2ആക്കി. B കാറ്റഗറിയിൽ തന്നെ താരതമ്യേന അപകടം കുറഞ്ഞതിനെ B2ഉം അപകടം കൂടിയതിനെ B1ഉം ആക്കി. അപ്പൊ നമുക്ക് 3 കാറ്റഗറിയിലുള്ള പദ്ധതികളാക്കി. ഒരു പദ്ധതി കിട്ടിയാൽ ഇത് 3ആക്കി തിരിക്കും. A, B1, B2. ഈ B2വിന്റെ പ്രത്യേകത, അത് വന്നാൽ വലിയ പാരിസ്ഥിതിക ആഘാത പഠനമൊന്നും വേണ്ട. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പദ്ധതികളാണ് മുൻകൂട്ടി തീരുമാനിച്ചത്. അതിലൊരു ലിസ്റ്റുണ്ട്. ഇന്ന പദ്ധതികൾ വന്നാൽ നിങ്ങൾ പാരിസ്ഥിതിക ആഘാത പഠനം വേണ്ട, ഇത്ര കപ്പാസിറ്റിയിൽ കൂടുതൽ ഇന്ന ഉൽപാദനങ്ങൾ നടത്തുന്ന പദ്ധതികൾ. അപ്പൊ അതിന് നമുക്ക് പാരിസ്ഥിതിക ആഘാത പഠനം വേണ്ട, ഒരു ക്ലിയറൻസ് കൊടുത്താൽ മതി. B1 പദ്ധതികൾക്കും A പദ്ധതിക്കും കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം വേണം. അത് ആരും, അവിടെ നിന്നാണ് പിന്നെ തുടങ്ങുന്നത്. ആര് പഠിക്കണം, ആർക്കാണ് അത് പഠിക്കാൻ യോഗ്യതയുള്ളത്, എന്തൊക്കെ പഠിക്കണം. ഒരു പദ്ധതി വന്നാൽ അത് എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം അതിന്റെ പഠനം നടത്താം. ഉദാഹരണത്തിന് വനത്തിനടുത്താണോ, തീരത്തിനടുത്താണോ, ചെരിഞ്ഞ പ്രദേശത്താണോ, ജന ആവാസ പ്രദേശത്താണോ, നഗരപ്രദേശത്താണോ, അതിനടുത്ത് വേറെ വലിയ ഫാക്ടറികളുണ്ടോ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അതിന് തീരുമാനം എടുക്കാൻ. അങ്ങനെ തീരുമാനം എത്ര ഏരിയ പഠിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്താണെങ്കിൽ, ചെരിഞ്ഞ പ്രദേശത്താണെങ്കിൽ ഒക്കെ ആണെങ്കിൽ നിങ്ങളത് പഠിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള 10 കിലോമീറ്റർ പഠിക്കണം. അങ്ങനെ ആ 10 കിലോമീറ്റർ റേഡിയസിൽ ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിനകത്തുള്ള ആളുകളുടെ അവിടുത്തെ പാരിസ്ഥിതിക ആഘാതം മുഴുവൻ പഠിക്കണം. അങ്ങനെ ഇതിന് ചട്ടങ്ങൾ ഉണ്ടാക്കി, ഏത് ഏജൻസി പഠിക്കണമെന്നുണ്ടാക്കി, അങ്ങനെ പഠിക്കാനുള്ള അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കി കൊടുക്കുക, അത് അംഗീകരിക്കുക. അത് അംഗീകരിച്ച് ഇവർ എത്ര കാലം പഠനം നടത്തണം. ഉദാഹരണത്തിന് ഒരു നദിയിലെ ജലമൊഴുക്കിനെ കുറിച്ചാണ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വർഷക്കാലത്ത് മാത്രം പോയി പഠിച്ചിട്ട് ഇവിടെ ഇത്ര വർഷത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ നദിയിൽ വെള്ളം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നദിയിൽ ഏറ്റവും കുറഞ്ഞ ജല ഒഴുക്കം എപ്പോഴാണ്, ഏറ്റവും കൂടിയ ജലമൊഴുക്കം എപ്പോഴാണ് എന്നുള്ള പാറ്റേൺ പഠിക്കണം. അപ്പൊ അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ. ഇപ്പൊ കാറ്റിന്റെ ഗതി പഠിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റ് മാത്രം പോരാ, കാറ്റിന്റെ എല്ലാ ഗതിയും ഏതൊക്കെ സമയത്ത് എങ്ങോട്ടൊക്കെ കാറ്റ് വരാമെന്ന് പഠിക്കണം. തീരദേശത്തിന്റെ കാര്യം പഠിക്കുമ്പോൾ തീരദേശത്ത് ഏതൊക്കെ തരത്തിലുള്ള തീരദേശത്തെ ആഘാതങ്ങൾ ഉണ്ടാവാം എന്ന് പഠിക്കണം. അവിടെ കരയ്ക്ക് എന്ത് സംഭവിക്കും, കടലിന് എന്ത് സംഭവിക്കും, ഇതൊക്കെ പഠിക്കണം. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കി അത് പഠിച്ച് ആ റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ അതിനൊരു വിദഗ്ധ സമിതി അത് പരിശോധിക്കും. വിദഗ്ധ സമിതി പരിശോധിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലുണ്ട്, പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്ന സംഗതി. പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്നത് പൊതു തെളിവെടുപ്പ്. ഇങ്ങനെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടും ഇതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനവും ഇതിന്റെ പോലെ തന്നെ സാമൂഹ്യ ആഘാത പഠനമുണ്ട്. ഞാനത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ടാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് SIA. ഇതെല്ലാം ചേർന്ന് ആ ജില്ലയിലെ, ആ പ്രധാനമായ ജില്ലയിലെ ഒരു പൊതു കേന്ദ്രത്തിൽ, ഇതിനോട് ഏറ്റവും അടുത്തുള്ള കേന്ദ്രത്തിൽ, ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വരാവുന്ന കേന്ദ്രത്തിൽ വെച്ച് പൊതു തെളിവെടുപ്പ് നടത്തണം. ഇതാദ്യം പബ്ലിഷ് ചെയ്യണം. ഇത് ജനങ്ങൾക്ക് മുഴുവൻ കൊടുക്കണം. പഞ്ചായത്ത് മെമ്പർമാർക്ക് കൊടുക്കണം, MLA മാർക്ക് കൊടുക്കണം, MP മാർക്ക് കൊടുക്കണം, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം, സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കണം. എന്നിട്ട് ഇവർക്കൊക്കെ വന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന യോഗത്തിൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലുള്ള സ്ഥാപനത്തിന് മുമ്പിൽ ജനങ്ങൾക്കൊക്കെ വന്ന് ഞങ്ങൾക്ക് ഈ പദ്ധതി വേണ്ട, വേണം, എന്ത് വേണമെങ്കിൽ പറയാം. ഇതിന്റെ പ്രശ്നങ്ങൾ ഇതുണ്ടായാലും സംഭവിക്കും. പാതിരപ്പള്ളി വരുമ്പോൾ അവിടെ കാടർ എന്ന് പറയുന്ന ആദിവാസികൾക്ക് എന്ത് സംഭവിക്കും, താഴെയുള്ള കർഷകർക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എവിടെയാണ് മലിനീകരണം വരിക, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ നിയമങ്ങൾ ലംഘിക്കപ്പെടും, ഇതൊക്കെ പറയാനുള്ള അവസരമുണ്ട്. ഇത് മുഴുവൻ വീഡിയോ ചെയ്യണം. ഇത് മുഴുവൻ വീഡിയോ ചെയ്ത് ഇതുകൂടി ചേർത്തുകൊണ്ട് വിദഗ്ധ സമിതിയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. പാരിസ്ഥിതികാഘാത പഠനം, അതിൽ നിർദ്ദേശങ്ങൾ. അപ്പോൾ വിദഗ്ധ സമിതിക്ക് നോക്കിയിട്ട് അയ്യോ ഈ പദ്ധതി നടപ്പാവില്ല മോനെ, കാരണം ഇത് പാരിസ്ഥിതികമായി വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ജനങ്ങൾ അത്രയെതിരാ, അതുകൊണ്ട് ഇത് ഒഴിവാക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് നടപ്പാക്കാൻ നമുക്ക്, പക്ഷെ ചില ഭേദഗതികളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയാം.
അല്ലെങ്കിൽ അത് പൂർണ്ണമായി അംഗീകരിക്കാം. ഇതാണ് സാധാരണ രീതി. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ ഇത് അംഗീകാരം കൊടുത്താൽ ഈ അംഗീകാരം കിട്ടിയ മാതിരി ഇവൻ ചെയ്തോളണമെന്നില്ല. ചില വ്യവസ്ഥകളോടുകൂടി അംഗീകാരം കൊടുക്കുക. അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ഇന്ന പ്രൊട്ടക്ഷൻ അതിന് കൊടുക്കണം, ഇത്ര വലിയ വാള് നൽകണം. ഇപ്പൊ നമ്മുടെ ഖനനത്തിന് ഒരിക്കലും തുറന്ന ഒരു ഖനി പാടില്ല, അതിന് ഇരുവശത്തെ മുകളിൽ വലിയ മതിൽ കെട്ടണം, വേർതിരിക്കണം. അപ്പോൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതിലിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഖനി ഉണ്ടെങ്കിൽ ആ ഖനിക്ക് ചുറ്റും മതിൽ പണിയണം, അല്ലെങ്കിൽ ഒരു വലിയ കമ്പനി നിങ്ങൾ രാസ വ്യവസായം സ്ഥാപിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും നിങ്ങൾ ഒരു വലിയ മരത്തിന്റെ കൂട്ടം ഉണ്ടാക്കണം, കാരണം ഒരു സേഫ് ഏരിയ ഉണ്ടാക്കണം. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഈ നിയന്ത്രണങ്ങൾ പറയും ഇത് പാലിക്കണം. പിന്നെ രാസവ്യവസായങ്ങൾ രാസമാലിന്യങ്ങൾ പുറത്തു വിടുകയാണെങ്കിൽ വെള്ളത്തിലേക്ക് എന്ത് വിടും, വായുവിലേക്ക് എന്ത് വിടും എന്നതിന്റെ കണക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊടുത്തും ഇത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് ഏജൻസി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഓരോ വാർഷികമായി പരിശോധിക്കപ്പെടണം, വാർഷികമായി 2 പ്രാവശ്യം പോകണം. ഇതാണ് EIA എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് 2006 EIA എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റായി നടപ്പായിരുന്നു എന്നും നമ്മൾ വിചാരിക്കരുത്. കാരണം ഇതൊക്കെ ഇവിടുത്തെ വലിയ ശക്തികൾ, കാരണം ഈ പാരിസ്ഥിതികമായ വിഭവങ്ങൾ കൊള്ള ചെയ്ത് അതുകൊണ്ട് മാത്രം ലാഭമുണ്ടാക്കുന്ന ശക്തികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അവർ ഉണ്ടാക്കുന്ന നാശം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവും. സാധാരണ ജനങ്ങൾ ഇത് അറിഞ്ഞു വരുമ്പോഴേക്കും വളരെ കാലം കഴിയും. അങ്ങനെയാണ് പ്രശ്നം. ഇപ്പൊ പ്ലാച്ചിമടയിൽ കൊക്കോക്കോള വന്നപ്പോൾ ഒരു 1.5 വർഷത്തേക്ക് അവിടുത്തെ ജനങ്ങളൊന്നും അറിഞ്ഞില്ല കൊക്കോക്കോള നല്ല സാധനമല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 1.5 വർഷം കഴിയുമ്പോഴാണ് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ വെള്ളം ചീത്തയാവുന്നു, അവർക്ക് വെള്ളം ഇല്ലാതാവുന്നു, ഉള്ള വെള്ളം മലിനമാവുന്നു ഒക്കെ അറിയുന്നത്. അപ്പൊ അവരപ്പോഴാ സമരം ചെയ്യുക. അപ്പൊ ഇത് പരിസ്ഥിതികാഘാത പഠനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് അങ്ങനെയല്ല ചെയ്യുക. അത് പരിശോധിച്ച് ഇവിടെ വെള്ളം നഷ്ടപ്പെടുന്നു, എത്ര വെള്ളം എടുക്കും എന്നൊക്കെ പരിശോധിക്കുമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സംഭവിച്ചത് ഇത് ഇങ്ങനത്തെ ഒരു ദുരന്തമാണെന്ന് എന്നുള്ളത് കൊണ്ട് ഇത് മറികടക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്യും. ഭരണാധികാരികൾക്ക് എപ്പോഴും എന്താ വെച്ചാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ്. ഇത് ചെയ്യുമ്പോഴും അവർ പറഞ്ഞതാ. ഇപ്പൊ 2020 വിജ്ഞാപനം വന്നപ്പോഴും കേന്ദ്രമന്ത്രിയൊക്കെ പറഞ്ഞത് എന്താണ് ബിസിനസ് ഈസിയാക്കണം. ബിസിനസ് ഈസിയാക്കണം എന്ന് പറഞ്ഞാൽ ആരുടെ ചെലവിലാണ്? പരിസ്ഥിതിയുടെ ചെലവിലാണ്, വരാനിരിക്കുന്ന തലമുറകളുടെ ചെലവിലാണ്, ഭൂമിയുടെ, മണ്ണിന്റെ, വെള്ളത്തിന്റെ, വായുവിന്റെ, ജൈവ വൈവിധ്യത്തിന്റെ ചെലവിലാണ് ഇത് ചെയ്യുന്നത്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിലവിലുള്ള പരിസ്ഥിതി നിയമങ്ങൾ കർശനമായി നടപ്പാക്കണം എന്നാവശ്യപ്പെടുമ്പോഴും അത് എങ്ങനെ മറിച്ചിടപ്പെടുന്നു. ഉദാഹരണത്തിന് ആതിരപ്പള്ളി എടുക്കുക. ആതിരപ്പള്ളി വന്നപ്പോൾ ജലവൈദ്യുത പദ്ധതിക്കെതിരായി 3 EIA റദ്ദാക്കി കോടതി. എന്താ കാരണം? 3 EIAയും യോഗ്യതയുള്ള ആളുകളല്ല, വേണ്ട രീതിയിലല്ല ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നദിയിലെ വെള്ളം പഠിക്കുമ്പോൾ 1979 ഉള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം ഇപ്പോഴും ഉണ്ട് എന്ന് ഒരു മാസത്തെ പഠനം കൊണ്ട് അവിടുത്തെ ഒരു സമിതി കണ്ടെത്തുക. അത് തെറ്റാണെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ പബ്ലിക് ഹിയറിംഗ് തട്ടിപ്പ് നടത്തുക. അതുപോലെ ആറന്മുള എയർപോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പെർമിഷൻ റദ്ദാക്കിയതിന് കാരണം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ കണ്ടെത്തി അതിന്റെ EIA പഠനം നടത്തിയ ആ സമിതിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു യോഗ്യതയില്ല. ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ച്, കാരണം ഇത് പണം മുടക്കുന്നത് മുതലാളിയാണ്. പണം മുടക്കുന്ന മുതലാളി പറയുന്ന കമ്പനി അത് നടത്തുക, അവർക്ക് വേണ്ടി അത് എഴുതും. അപ്പൊ EIA എന്നുള്ളത് ഒരു പ്രഹസനം മാത്രമായി മാറിയ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ EIA നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് EIAയുടെ പ്രാധാന്യം എന്താണ് എന്നതാണ്. അപ്പോൾ ഇപ്പോൾ പ്രധാന ചോദ്യം, 2006 നിലവിലുള്ള EIA നിങ്ങൾക്ക് ഇപ്പോൾ 2020 മാറ്റാൻ 2006 ഇപ്പോഴുള്ള പ്രശ്നം എന്താ? 2006 ഉണ്ടായിരുന്ന വിജ്ഞാപനം 2020 മാറ്റാൻ ആവശ്യമായ കാരണങ്ങൾ എന്ത് എന്നതാണ്. അതും അതിന് തെരഞ്ഞെടുത്ത സമയം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ വിജ്ഞാപനം വരുന്നത് 2020 മാർച്ച് 24-നാണ്. മാർച്ച് 24 എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് നമുക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു ദിവസം ഉണ്ടായിട്ടില്ല. കാരണം ടോട്ടൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ദിവസമാണ്. അപ്പൊ ഇതൊന്നും മാർച്ച് 23, 24 വിജ്ഞാപനം വന്നെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല. ലോക്ക്ഡൌൺ നമ്മൾ കാണുകയും ചെയ്തു. ടോട്ടൽ ലോക്ക്ഡൌൺ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ ഒന്നും അനുഭവത്തിൽ, ആരുടെ അനുഭവത്തിലും ഇല്ലാത്തൊരു സംഗതി. ആ ടോട്ടൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മനുഷ്യർ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഭക്ഷണം കിട്ടുമെന്നറിയില്ല, തൊഴിൽ കിട്ടുമെന്നറിയില്ല. പ്രത്യേകിച്ചും ആളുകൾ ഇങ്ങനെ കൂട്ടപലായനം നടക്കുന്ന ഒരു കാലം, എവിടെയൊക്കെയോ കിടന്ന് അസ്വസ്ഥമാകുന്നു, രോഗത്തിന്റെ ആദികൾ. ഇതെല്ലാം വരുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിജ്ഞാപനം എല്ലാ മനുഷ്യരെയും അവരുടെ വരാനിരിക്കുന്ന മുഴുവൻ തലമുറകളെയും ബാധിക്കുന്ന ഒരു വിജ്ഞാപനം ഇറക്കുന്നു. എന്നിട്ട് അത് പുറത്തു വരുന്ന ഏപ്രിൽ 10-ന്. അതിൽ പറയുന്നത് ജൂൺ 10-നകത്ത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പരാക്രമത്തിനിടയ്ക്ക് മനുഷ്യൻ വല്ലാതെ ആശങ്കപ്പെടുന്ന ഒരു കാലത്ത് ഈ വിജ്ഞാപനത്തെ പറ്റി പറയാൻ പോണോ മനുഷ്യൻ, അതോ സ്വന്തം ജീവിതം നിലനിർത്താൻ പോണോ? അതുകൊണ്ട് ഇത്രയ്ക്കും അസ്വസ്ഥജനകമായ ഒരു കാലത്ത് ഇത് ഇടാമോ എന്ന ചോദ്യമുണ്ട്. അപ്പൊ എന്തിനാണ് അത് ഇട്ടത്? അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നോ ഇവിടെ ഇത് ചെയ്യേണ്ടത്? അതാണ് ആദ്യത്തെ ചോദ്യം. അത് മാത്രമല്ല, അത് കോടതി ചോദ്യം ചോദിച്ചു. കോടതികൾ ആ ചോദ്യം വന്നു.
കോടതിയിൽ നിരവധി ചോദ്യങ്ങൾ വന്നു. ഇത്ര പെട്ടെന്ന് ചെയ്യണോ? അങ്ങനെയാണ് ഒരു കോടതി അത്, ഡൽഹി ഹൈക്കോടതി അത് ആഗസ്റ്റ് 11 വരെ ആക്കി കൊടുത്തു. ഇപ്പോൾ അത് എല്ലാ ഭാഷകളിലും വേണം. അത് ഭാഷ സംബന്ധിച്ച ചോദ്യമുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രം എഴുതിയാൽ പാവപ്പെട്ട മനുഷ്യർ, ഇവിടെ 22 ഭാഷകളുണ്ട്. ഇതൊക്കെ അറിയുന്ന ആളുകൾ, കാരണം മനുഷ്യർക്ക് എല്ലാവർക്കും അഭിപ്രായം പറയണ്ടേ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, അല്ലെങ്കിൽ ഗുജറാത്ത് മുതൽ ബംഗാൾ വരെ, അല്ലെങ്കിൽ ആസാം വരെയുള്ള ആളുകൾക്കൊക്കെ അഭിപ്രായം പറയണ്ടേ. അവരുടെയൊക്കെ മേലല്ലേ നിയമം വരണേ. അതുകൊണ്ട് അവർക്ക് മുഴുവൻ അഭിപ്രായം പറയാനുള്ള അവസരം കിട്ടണം. അവരുടെ ഭാഷയിൽ ഇത് വരണം എന്ന് തീരുമാനിക്കപ്പെടുകയും അങ്ങനെ പറയുകയും അങ്ങനെ സുപ്രീം കോടതി തന്നെ തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും സർക്കാർ പറഞ്ഞത് ജൂൺ 10 എന്നാണ്. സർക്കാർ കോടതിയിൽ ഇപ്പോഴും വാദിച്ചത്, ഏറ്റവും ഒടുവിൽ വാദിച്ചത് ജൂൺ 10 ശേഷം ഒന്നും അഭിപ്രായങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലാണ്. ജനാധിപത്യമൊക്കെ വർത്തമാനം പറയുന്നുള്ളൂ, ജനാധിപത്യം ഒന്നും ഇതിലില്ല. അപ്പൊ ഈ കുറഞ്ഞ കാലത്തിനിടയിൽ ഇത്ര അടിയന്തരമായി നടപ്പാക്കേണ്ട ഒന്നാണോ ഇത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ വരുമ്പോൾ എന്നിട്ടാണ് നമ്മൾ ഇതിന്റെ ആശയത്തിലേക്ക് വരുന്നത്. അത്ര വലിയ പ്രതിസന്ധി നാട്ടിലുണ്ടോ? ഈ 2006 മാറ്റി 2020 ആക്കുന്നത് ഇല്ലെങ്കിൽ രാജ്യത്ത് എന്ത് നാശമാണ് വരാൻ പോകുന്നത്? അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇത് അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത്? ഞങ്ങൾ പരിസ്ഥിതി സംരക്ഷകരാണെന്ന ആവശ്യം രാത്രി പകലും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രവൃത്തിയിൽ അതെങ്ങനെയുണ്ട് എന്നാണ് നമ്മുടെ പ്രശ്നം. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണി ചെയ്യാം. ഏത് പാചകക്കുറിപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പാചകം ചെയ്ത് അതിന് രുചി ഉണ്ടാക്കാനും ഗുണമുണ്ടാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണല്ലോ ശരിക്കും അതിന്റെ ഗുണം അറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സംഭവിച്ചെന്താ? ഈ 2006 വിജ്ഞാപനത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ഈ ചോദ്യം വരുന്നത് രണ്ടാമതാണ്. ഇത് അടിയന്തരമായി വേണ്ട മാറ്റങ്ങളാണോ? ഇനി 2006 വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളൊക്കെ മാറ്റം വരുത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് നടത്തിപ്പിൽ പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഏത് തരത്തിലുള്ള മാറ്റം വരുത്തണം? 3-4 കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, 2006 ശേഷം ഇന്ത്യയിലുണ്ടായ നിരവധി സമരങ്ങൾ, ജനകീയ ഇടപെടലുകൾ, ജനകീയ അഭിപ്രായങ്ങൾ പരിഗണിച്ച് 2006 വിജ്ഞാപനം മെച്ചപ്പെടുത്താനാണോ ഇത് ശ്രമിക്കുന്നത്? 2, നിരവധി പഠന സംഘങ്ങളെ, ഈ ഗവേഷണ സംഘങ്ങളെ വകുപ്പ് തന്നെ, പരിസ്ഥിതി വകുപ്പ് തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഡോക്ടർ എം എസ് സ്വാമിനാഥനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ പഠിക്കാൻ വിട്ടിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ എന്തായിട്ട് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനാണോ ഇത് ചെയ്യുന്നത്? അതിലും പ്രധാനമായി നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതി അടക്കം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അടക്കമുള്ള വലിയ നിയമസ്ഥാപനങ്ങളുണ്ട്. ഈ 2006 ശേഷം ഈ നിയമസ്ഥാപനങ്ങൾ നിരവധി വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇപ്പൊ ഗോവ ഫൗണ്ടേഷൻ, നിരവധി കേസുകൾ, നമുക്ക് അതിൽ സമയം ഉണ്ടെങ്കിൽ പോവാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ വിധികൾ, സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമമാണ്. അത് അത് നടപ്പാക്കിയിട്ടില്ല കേട്ടോ, അത് നമുക്ക് ഇതിൽ ചേർക്കാം എന്ന് പറഞ്ഞിട്ടാണോ 2006 വിജ്ഞാപനത്തിൽ 2020 എത്തുന്നത്? ഇതൊക്കെ പരിഗണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ലോകത്ത് പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട്. 2006 നമ്മുടെ ഈ വിദ്യയില്ലായിരുന്നു കേട്ടോ. 2020 ആകുമ്പോഴേക്കും അതൊക്കെ വന്നു. അത് ചേർക്കാൻ വേണ്ടിയാണോ നമ്മളിത് ചെയ്യുന്നത്? ലോകരാഷ്ട്രങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കും ഇങ്ങനെ ചെയ്യാം എന്നാണോ? ലോകരാഷ്ട്രങ്ങൾ മാതൃകയുണ്ടോ? ഇന്ത്യ ഒപ്പിട്ട കരാറുകൾ, അന്താരാഷ്ട്ര കരാറുകൾ പാലിക്കാൻ ആണോ നമ്മളിത് ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ നോ എന്നൊരു മറുപടിയാണുള്ളത്. അതാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞതുപോലെ 2006 നിന്ന് മെച്ചപ്പെട്ട 2020 വിജ്ഞാപനമല്ല ഉണ്ടാവുന്നത്. 2006 വിജ്ഞാപനത്തിൽ പോലുമുള്ള അടിസ്ഥാനപരമായ എല്ലാം തന്നെ തകർത്ത് ഈ രാജ്യത്തെ പൊതുവിഭവങ്ങൾ, ഈ രാജ്യത്തെ ഖനിജങ്ങൾ, ഈ രാജ്യത്തെ വനം, ഈ രാജ്യത്തെ കടൽ എല്ലാം കുറച്ച് കോർപ്പറേറ്റുകൾക്ക് ഒരു തടസ്സവുമില്ലാതെ കൊള്ളയടിക്കാൻ ഇനി ഒരു പാരിസ്ഥിതിക നിയമവും നിങ്ങൾക്ക് ഈ കൊള്ളയ്ക്ക് തടസ്സമല്ല എന്ന് വരുത്തുന്ന രൂപത്തിലാണ് ഈ വിജ്ഞാപനം വന്നിട്ടുള്ളത് എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇതുവരെ ഉണ്ടായ കോടതി വിധികളെ ഇത് അവഗണിക്കുന്നു, ഇതുവരെണ്ടായ പഠനങ്ങളെ അവഗണിക്കുന്നു, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുന്നു, ജനകീയ സമരങ്ങളെ അവഗണിക്കുന്നു, പാർലമെന്റിന്റെ പോലും അഭിപ്രായങ്ങളെ അവഗണിക്കുന്നു. എന്നിട്ട് ഒരു പുതിയ വിജ്ഞാപനം വരും. ഇവിടെയാണ് ഇത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, വളരെ ഒരുപാട് വിഷയങ്ങൾ വരാനുണ്ട്. നമുക്ക് വളരെ ലളിതമായ ചില വിഷയങ്ങളിലേക്ക് മാത്രം ഞാൻ വരാം. അതിലൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പദ്ധതി വന്നാൽ അതിനെ നമ്മൾ 3ആയിട്ട് തിരിക്കും. A ആക്കും, B1 ആക്കും, B2 ആക്കും. അപ്പൊ B2 എന്ന് പറയുന്ന പദ്ധതികൾ വലിയ കുഴപ്പമില്ലാത്ത പദ്ധതികൾ, B1 കുഴപ്പമുണ്ട്, പക്ഷേ A അതിനേക്കാൾ കുഴപ്പമുണ്ട്. അപ്പൊ ഇത് പഠിക്കണം. ഇവിടെ എന്താ ചെയ്തതെന്ന് അറിയോ? ഇതിലൊക്കെ 3 പട്ടിക ഉണ്ടായിരുന്നു. A പദ്ധതികൾ വരുന്നത്, B1 വരുന്നത്, B2 വരുന്നത്, അങ്ങനെ പദ്ധതികൾ അന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയിരുന്നു. ഇപ്പോ ഒരു ഗവേഷണം നടത്താതെ A പട്ടികയിൽ നിന്നും B1 പട്ടികയിൽ നിന്നും കുറെ സാധനങ്ങൾ എടുത്തിട്ട് B2 പട്ടികയിലേക്ക് ആക്കി. ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ആക്കി എന്ന് ചോദിച്ചാൽ അത് ബിസിനസ് ചെയ്യാൻ എളുപ്പത്തിനാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. പാരിസ്ഥിതികമായ നാശം ഉണ്ടാകുന്നത് കൊണ്ട് A പട്ടികയിൽപ്പെടുത്തിയ ഒരു സാധനം പാരിസ്ഥിതികമായ നാശം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണോ B1 കൊണ്ടുവന്നത്? അല്ല. അങ്ങനെ വ്യവസായികൾ ആവശ്യപ്പെടുന്നു, അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നു, അതുകൊണ്ട് മാറ്റുന്നു. അങ്ങനെ മാറ്റേണ്ടതാണോ പാരിസ്ഥിതിക നിയമം? ഞാൻ സാധാരണ ഇതിന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പൊ നമുക്ക് മൃഗങ്ങളെ നമ്മൾ 3ആയി തരംതിരിക്കും. ഏറ്റവും അപകടകാരികളായ മൃഗങ്ങൾ,
കുറച്ച് ഇടത്തരം അപകടം കുറഞ്ഞ മൃഗങ്ങൾ, എന്നാൽ ഒട്ടും അപകടമില്ലാത്ത നമ്മുടെ വളർത്തു മൃഗങ്ങൾ, മുയലും മാനും അല്ലെങ്കിൽ പശുവൊക്കെ പോലെയുള്ള എന്ന രൂപത്തിൽ പിരിക്കും. അപ്പോൾ അതിൽ ആദ്യത്തിൽ നമ്മൾ സിംഹം, കടുവ, പുലി, കരടി അങ്ങനെ ഇടും. രണ്ടാമത്തിൽ ഒരു പക്ഷേ നായ, ചെന്നായ അങ്ങനെ കുറച്ച് മൃഗങ്ങളിടും. കുറുക്കൻ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളെ ഉപദ്രവിക്കില്ല. മൂന്നാമത്തേൽ നമ്മൾ ഈ പറഞ്ഞ പശുവൊക്കെ ഇടും. എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പട്ടിക അങ്ങ് എടുത്തിട്ട് ഒരാൾ പറയണം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കടുവയൊക്കെ നമുക്ക് മൂന്നാമത്തെ പട്ടികയിലേക്ക് ആക്കാം. കടുവ എടുത്തിട്ട് മൂന്നാമത്തെ പട്ടികയിലിട്ടാൽ കടുവയുടെ സ്വഭാവം മാറും? ഇല്ലല്ലോ. അത് നമ്മൾ കണ്ടെത്തിയോ? കടുവ ഇനി ആരും ഉപദ്രവിക്കില്ല, പാവമായി പോയി, അത് സസ്യബുക്കായി, അത് മൃഗങ്ങളൊന്നും ഉപദ്രവിക്കില്ല, മനുഷ്യരെ ഉപദ്രവിക്കില്ല എന്ന് കണ്ടെത്തിയിട്ടാണോ മൂന്നാമത്തെ പട്ടികയിലേക്ക് മാറ്റിയത്? അവിടെയാണ് പ്രശ്നമുള്ളത്. ഒരുപാട് രാസ വ്യവസായങ്ങൾ, സിമന്റ് വ്യവസായങ്ങൾ, ക്ലിങ്കർ യൂണിറ്റുകൾ അടക്കം ഒന്നാമത്തെ പട്ടികയിൽ നിന്ന് എ പട്ടികയിൽ നിന്നും ബി പട്ടികയിൽ നിന്നും B1 പട്ടികയിൽ നിന്നും B2 പട്ടികയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് പറയാണ് അത് ചെയ്യുന്ന ആളുകൾക്ക് ഇനി ഒരു കുഴപ്പമില്ല, അതുണ്ടാക്കുന്ന പരിസ്ഥിതി നാശത്തിന് ആരും ഉത്തരവാദിത്വം പറയും, അത് വിഷയമല്ല. അതുപോലെ 1,50,000 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം, ശ്രദ്ധിക്കുക, സ്ക്വയർ ഫീറ്റ് അല്ലേ ഞാൻ പറഞ്ഞത്, 1,50,000 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം. കെട്ടിടം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ അങ്ങനെ ഒരു കെട്ടിടമേ ഉള്ളൂ, അത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ടെർമിനൽ 3 ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടെർമിനലുകളിൽ ഒന്നാണത്. അങ്ങനെ ഒരു കെട്ടിടം ഇനി പണിയാൻ, അതുവരെയുള്ള കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് ഇനി ഒരു പാരിസ്ഥിതിക അനുമതിയും ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കെട്ടിടം എവിടെ പണിയാന്നാ? ആ കെട്ടിടം നിങ്ങൾക്ക് കടലിൽ പണിയാം, കായലിൽ പണിയാം, തീരത്ത് പണിയാം, പാടത്ത് പണിയാം, അല്ലെങ്കിൽ മലയിൽ പണിയാം, കാട്ടിനകത്ത് പണിയാം, എവിടെ പണിയാം. അങ്ങനെ പണിയുന്നതിന് നിങ്ങൾക്ക് ഒരു പാരിസ്ഥിതിക ആഘാതം വേണ്ട. എനിക്കൊരു കെട്ടിടം പണിയണം, 1,50,000 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ 16 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടം പണിയാൻ എനിക്കൊരു പാരിസ്ഥിതിക അനുമതി വേണ്ട. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്? ആരാണ് ഇതിന്റെ ഗുണഭോക്താവ്? ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതികാഘാതം ആരാ പഠിച്ചത്? ഇതിനു വേണ്ടി വരുന്ന വിഭവങ്ങൾ എവിടെ നിന്നാ കിട്ടുക? ഇത് എത്ര പേരെ മനുഷ്യരെ കൂടി ഒഴിപ്പിക്കും? സാമൂഹ്യ ആഘാതം എത്രയുണ്ടാവും? ഇത് എത്ര പാടം നികത്തും? എത്ര വെള്ളം ഇല്ലാതാക്കും? ഇത്തരം നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നു. ഞാൻ എഴുതി കൊടുക്കുന്നു, എനിക്ക് 1,50,000 താഴെ സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള, 49,999 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള ഒരു കെട്ടിടം പണിയണമെന്ന് എഴുതി കൊടുത്താൽ പണിതോ എന്ന് പറഞ്ഞ് എനിക്ക് സീലടിച്ച് തരുന്ന ആ ക്ലിയറൻസ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് പ്രശ്നം. രണ്ടാമത്, അതിനേക്കാൾ അപകടകരമായി ഖനനവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ ഖനനത്തിന് പ്രത്യേകിച്ചും വലിയ ഖനനങ്ങൾക്ക്, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, അലുമിനിയം ഒക്കെ ഖനനം ചെയ്യുന്ന വലിയ ഖനികൾ, ഈ ഖനനത്തിന് ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഖനി ഉണ്ടാക്കിയാൽ 50-30 വർഷത്തേക്കാണ് ആ ഖനിയിൽ നിന്ന് ഖനനം ചെയ്യാൻ കഴിയുക. 30 വർഷം കഴിയുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയും. 1. 2, അത് ചുറ്റുപാടുണ്ട്. നമുക്കറിയാം, ഖനി കൂടുതൽ ആഴത്തിലേക്ക് പോയാൽ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ അത് അപകടം ഉണ്ടാക്കും. അപ്പോൾ അത് മലകൾ ഇടിയാൻ സാധ്യതയുണ്ട്, ജനങ്ങൾക്ക് ദുരന്തം ഉണ്ടാവും. അതുകൊണ്ട് 30 വർഷം വരെ ഒരു ഖനനം നടത്താവും. അത് കഴിഞ്ഞാൽ ഖനി മൂടി വേറെ സ്ഥലത്ത് തുടങ്ങും. പക്ഷേ ഇപ്പം എന്ത് ചെയ്യുന്നു അറിയോ? ഒറ്റ തീരുമാനമാണ്, ഇത് 50 വർഷമാക്കി. ആര് പറഞ്ഞു 50 വർഷമാക്കിയാൽ കുഴപ്പമില്ല എന്ന്? ആരും പറഞ്ഞില്ല 50 വർഷം ആക്കണം. അതിന്റെ കൂടെ വായിക്കേണ്ടത്, കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനം വളരെ ലളിതമാണ്. ഇതുവരെ ഖനികളൊക്കെ പൊതുമേഖലയിലായിരുന്നെങ്കിൽ എല്ലാ ഖനികളും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. സ്വകാര്യ മേഖലയിൽ ഖനികൾക്ക് പ്രയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ കോൾ ഇന്ത്യ നടത്തുന്ന ഒരു ഖനി, അല്ലെങ്കിൽ മറ്റേ സ്റ്റീൽ അതോറിറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ഖനി നിങ്ങൾക്ക് നേരിട്ട് അംബാനിക്കോ അദാനിക്കോ കിട്ടും. അവർക്ക് 30 വർഷം വരെ ഉണ്ടായിരുന്ന ഖനി 50 വർഷത്തേക്ക് നീട്ടാം. 20 വർഷത്തേക്ക് ഖനനം നീട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്പത്ത് എത്രയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഒരു പണിയില്ല. മൂന്നാമത്തെ വിഷയം ഖനികളുടെ വിസ്തീർണമാണ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ ക്വാറി കഴിഞ്ഞ 2 വർഷത്തെ പ്രളയത്തിൽ, അല്ലെങ്കിൽ ഈ വർഷവും പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായ മണ്ണിടിച്ചിലിൽ ക്വാറികൾക്കുള്ള പങ്കിനെ കുറിച്ച് നിയമസഭ വരെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വാറികൾ, ഖനനങ്ങൾ 5 ഹെക്ടർ വരെയുള്ള ഖനനത്തിനെ നമ്മൾ B2 പെടുത്തി. എന്ന് പറഞ്ഞാൽ ഒരു പാരിസ്ഥിതിക പഠനവും വേണ്ട. ഇത് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് 2006 ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ 2006 അത് മാറ്റി, സുപ്രീം കോടതി മാറ്റി. 2012 സുപ്രീം കോടതിയുടെ നിർണായകമായൊരു വിധിയുണ്ടായി ദീപക് കുമാർ കേസിൽ. ആ കേസിൽ എന്താ വെച്ചാൽ 5 ഹെക്ടർ താഴെയുള്ളതിനൊന്നും ഒരു പഠനവും നടത്തണ്ട എന്ന തീരുമാനം കോടതി റദ്ദാക്കി. അതിന് കാരണമുണ്ട്. ഹരിയാനയിൽ ഒരു വ്യക്തി 100 ഹെക്ടർ സ്ഥലം വാങ്ങി, എന്നിട്ട് അതിന് 20 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോന്നും ഈ ബാറ്റയുടെ പ്രൈസ് പറയുന്ന പോലെ 4.99 ഹെക്ടർ മാത്രം സ്ഥലം. എന്നിട്ട് എല്ലാത്തിനും ഞാനങ്ങ് ഖനനം ചെയ്യാം. ഒരാൾ തന്നെ അതൊക്കെ ഖനനം ചെയ്യണം. ഒരാൾ തന്നെ 20 ഖനനം ചെയ്യും. ഒന്നിനും പെർമിഷൻ വേണ്ടല്ലോ. ഈ 20 ഖനിയാണായിട്ട് അത് കാണുകയാണ്. ഇത് കോടതി കണ്ടെത്തി. കോടതി ചോദിച്ചു, ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. 4.99 എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ 4.99. അതിന്റെ ഒരു 10 ഖനി ഉണ്ടെങ്കിൽ 10 ഖനിയുടെ ക്യുമുലേറ്റീവായ ആഘാതം കണ്ടെത്തണ്ടേ? അതല്ലേ ആ മലയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നം, ചുറ്റുപാടുണ്ടാവുന്ന പ്രശ്നം. ഇപ്പൊ ഒരു മരത്തിന് ഒരു കൊമ്പ് വെട്ടാൻ പറഞ്ഞാൽ ഞാൻ പോയി ഒരു കൊമ്പ് വെട്ടാൻ പെർമിഷൻ എടുക്കുന്നു.
അങ്ങനെ 10 പേര് പോയി ഓരോ കൊമ്പ് വെട്ടാൻ ഒരു മരത്തിന്റെ പെർമിഷൻ എടുത്താൽ ഒരു മരത്തിന് എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഞാൻ ഒരു കൊമ്പേ വെട്ടുള്ളൂ, എല്ലാവർക്കും ഒരു കൊമ്പിനേ ഉള്ളൂ. പക്ഷെ ഒരു മരത്തിലാണ് 10 കൊമ്പും വെട്ടുന്നത്, ഒരു മലയിലാണ് നിങ്ങൾ എല്ലാ ഖനനവും നടത്തുന്നത് എങ്കിൽ ക്യുമുലേറ്റീവ് ഇമ്പാക്ട് വേണം എന്ന് കണ്ടിട്ടാണ് അത് നിയമം നടപ്പാക്കിയത്, സുപ്രീം കോടതി വിധിച്ചത്. അതില്ലാതാക്കുക, അവിടെയാണ് പ്രശ്നം. അതുപോലെ ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല, നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ വന്യജീവി സങ്കേതത്തിന്റെ അടുത്ത പ്രദേശത്ത് നിങ്ങളൊരു പദ്ധതി നടക്കുകയാണ്, 10 കിലോമീറ്ററിനകത്ത് നടക്കുകയാണെങ്കിൽ വന്യജീവി ബോർഡിന്റെ അനുമതി വേണം. കാരണം എന്താ, വന്യജീവികൾക്ക് നാശമുണ്ടാവില്ല എന്ന് ഉറപ്പാക്കിയിട്ടേ വന്യജീവി വനത്തിന് അടുത്ത ഒരു പദ്ധതി തുടങ്ങാവൂ. അത് വേണ്ട, ഇപ്പോൾ അതങ്ങ് ഒഴിവാക്കി. അതുപോലെ എ പദ്ധതികളും ബി പദ്ധതികളും B1 പദ്ധതികളും 10 കിലോമീറ്റർ ചുറ്റളവിൽ പഠനം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. ഒരു പദ്ധതി കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ റേഡിയസിൽ ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിനകത്തുള്ള ആളുകളുടെ മുഴുവൻ അല്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ ആഘാതം പഠിക്കണമെന്നായിരുന്നു. അതിപ്പോൾ B1 അത് 5 കിലോമീറ്റർ ആക്കി. നമ്മൾ വിചാരിക്കും പകുതിയാക്കിയത്, പകുതിയല്ല ആക്കിയത്. നമുക്കറിയാം റേഡിയസ് പകുതിയാക്കിയാൽ അതിന്റെ ഏരിയ 4/1 πr² എന്ന് പറഞ്ഞാൽ 314 ചതുരശ്ര ഹെക്ടർ വേണ്ടിയിരുന്ന ചതുരശ്ര കിലോമീറ്റർ വേണ്ടിയിരുന്നത് വെറും 75 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഏരിയ കുറച്ചാലുള്ള ഗുണമെന്താ? അത്ര ആളുകളെ ബാധിച്ചാലും നമ്മൾ അറിയില്ല എത്ര മതി. അപ്പൊ ഇങ്ങനെ നിരവധി ഇളവുകൾ ഇതിൽ ഓരോന്നിലായി ചെയ്തു കൊടുക്കുന്നു. മാത്രമല്ല ദേശീയപാത 70 മീറ്ററിൽ കൂടുതൽ വീതി ഉണ്ടെങ്കിൽ മാത്രമേ ദേശീയപാതയ്ക്ക് പാരിസ്ഥിതികാഘാത പഠനം വേണ്ടൂ. ഒന്ന് പരിശോധിച്ചാൽ തമാശയുണ്ട്. 70 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള ഒരു ദേശീയപാത നമ്മുടെ രാജ്യത്ത് ഇതുവരെ പ്ലാനിംഗ് കമ്മീഷന്റെ ലിസ്റ്റിൽ പോലും ഇല്ല. ഇതുവരെയുള്ളത് ഏറ്റവും കൂടുതൽ 60 എന്ന് പറഞ്ഞാൽ ഇനി ദേശീയപാത അത് എവിടെ പണിതല്ല, അവിടെയാണ് പ്രശ്നം. ദേശീയപാത പണിയുന്നത് മാത്രമല്ല, ദേശീയപാത നിങ്ങൾ പണിയുന്നത് തീരദേശത്ത് മാത്രമല്ല. ദേശീയപാത ഇപ്പൊ കൊച്ചി മുതലേ ദേശീയപാത, അല്ലെങ്കിൽ നിലമ്പൂർ മൈസൂർ ദേശീയപാത പണിയാൻ തീരുമാനിച്ചാൽ കാട്ടിനകത്ത് കൂടിയാ, ഗഡ്സി കൂടിയാ. അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് ആവേദന എടുക്കണ്ട, കാരണം അത് 70 മീറ്ററിലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇതിന് തടസ്സങ്ങൾ ഉന്നയിക്കുന്നു. ഈ തടസ്സങ്ങൾ ഉന്നയിച്ച് ഈ തടസ്സങ്ങളിതൊക്കെ ഒഴിവാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പണി ചെയ്യാം? അപ്പോൾ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് അതിപ്പോഴുള്ള നിയമങ്ങൾ ഇളവ് ചെയ്ത് മാറ്റം വരുത്തി വലിയ കോർപ്പറേറ്റുകൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേവലം ഒരു ചെറിയ വിജ്ഞാപനത്തിലെ നിയമം മാത്രമല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യം, ഞങ്ങളിതാ പബ്ലിക് ഇട്ടേക്കല്ലേ, നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ, എന്ത് മാറ്റം വേണ്ടി നമുക്ക് വരുത്താലോ. ഇതിൽ മാറ്റം വരുത്തണം എന്ന് ആവശ്യപ്പെടുന്നത് തന്നെ തെറ്റാണ്. ഇത് റദ്ദാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതിൽ മാറ്റം വരുത്തിയിട്ടൊരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വിഷം തന്നിരിക്കുക, ഈ വിഷം എടുത്തിട്ട് നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒഴിച്ചു കുടിക്കൂ. നിങ്ങൾ വിഷം നിങ്ങൾ അതിന്റെ കൂടെ എന്തൊഴിച്ചോളൂ, അതിന്റെ കൂടെ പാൽ ഒഴിച്ചോളൂ, അതിന്റെ കൂടെ തേൻ ഒഴിച്ചോളൂ, അതിന്റെ കൂടെ മദ്യം ഒഴിച്ചോളൂ, എന്തൊഴിച്ചാൽ ഇത് വിഷമല്ലേ? പ്രശ്നം അടിസ്ഥാനപരമായ പാരിസ്ഥിതിക വിവേകത്തിന്റെ നിഷേധമാണിത് എന്നത് തന്നെയാണ്. ലോകം മുഴുവൻ പാരിസ്ഥിതികമായി കൂടുതൽ ആകുലത ഉണ്ടാക്കുന്ന കാലത്ത് നമ്മൾ മാത്രം പാരിസ്ഥിതികമായ നിയന്ത്രണങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നത് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ല. ആ നിലപാടിനോടാണ് നമ്മൾ എതിർക്കുന്നത്, ഇതിലേതെങ്കിലും ഒരു ക്ലോസിനോടല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്ക്രാപ്പ് EIA 2020 എന്ന രൂപത്തിൽ 17 ലക്ഷത്തിലധികം ആളുകൾ കേന്ദ്ര സർക്കാരിന് ഈ ദിവസങ്ങൾക്കകം ആഗസ്റ്റ് 11-നകം എഴുതി. ഇനിയിപ്പോ ഭാഷക്ക് വരുമ്പോൾ കൂടുതൽ എഴുതാം. അപ്പൊ തീർച്ചയായിട്ടും അതൊരു കാര്യമാണ്. 2, ജനാധിപത്യ ബോധമുള്ള ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന ബുദ്ധിയൊന്നും നമുക്കില്ല. കാരണം നമുക്കറിയാം പൗരത്വ നിയമവും സംബന്ധിച്ച് ഈ സർക്കാർ എടുത്ത സമീപനം എന്താണ്, ജനങ്ങളോടുള്ള സമീപനം എന്താണ്, ജനങ്ങളുടെ നിലപാടുകളോട് ഈ ഗവൺമെന്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന്, സമരങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ജനാധിപത്യപരമായി ചിന്തിക്കും എന്ന് പ്രതീക്ഷിക്കാനുള്ള മൗഢ്യമൊന്നും ജനങ്ങൾക്കില്ല. അതുകൊണ്ട് ജനങ്ങൾ ശക്തമായ രംഗത്ത് തന്നെ വരും. 3ാമത്തെ വിഷയം, നേരത്തെ പറഞ്ഞു ജൂൺ 10 വരെ ഇതിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ആഗസ്റ്റ് 11 ആക്കിയപ്പോൾ ഡേറ്റ്, അഭിപ്രായം കൊടുക്കാനുള്ള ഡേറ്റ് മാറ്റിയപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞെന്താ അറിയോ? ആഗസ്റ്റ് 11 വരെയുള്ളതും ഞങ്ങൾ എടുക്കൂല, ജൂൺ 10 വരെയുള്ളത് ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സ്വതന്ത്ര അഭിപ്രായക്കാരാണെങ്കിൽ, തുറന്ന മനസ്സാണെങ്കിൽ എന്ന് വേണമെങ്കിൽ തന്നൂടെ? എന്തുകൊണ്ടാണ് പറയാതെ? അപ്പൊ അത്തരത്തിലുള്ള നിയമങ്ങൾ. മറ്റൊരു കാര്യം, ഒരു സ്ഥിരം ആവർത്തിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ഫൈൻ കൂട്ടിയെന്നാണ്. നിയമലംഘനങ്ങൾക്കുള്ള ഫൈൻ കൂട്ടി. നിയമലംഘനങ്ങൾക്ക് ഫൈൻ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം നിയമലംഘനം തന്നെ അല്ലാണ്ടായ പിന്നെ എന്തിനാ ഫൈൻ? ഇപ്പൊ ഞാൻ പറയാണ് റോഡ് നിയമം ലംഘിക്കുന്നതിന് ഫൈൻ കൂട്ടി. അപ്പൊ പക്ഷെ ഞാൻ പറയാണ് ഹെൽമെറ്റ് വെക്കാതിരിക്കുന്ന നിയമമല്ല. ഹെൽമെറ്റ് വെക്കണം നിർബന്ധമില്ലെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് വെക്കാത്ത ഫൈനിന് 10,000 രൂപ കിട്ടുന്ന കാര്യം. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും നിയമലംഘനങ്ങൾ എന്താണ് എന്ന് തീരുമാനിക്കുന്നതിലാണ് അടിസ്ഥാനപരമായ പ്രശ്നം. 1. 2ാമത്തെ കാര്യം, പണം കൊണ്ട് പരിഹരിക്കാവുന്നതല്ല പാരിസ്ഥിതിക നാശം എന്നുള്ളത് തന്നെയാണ്.
ഇപ്പൊ ഭോപ്പാലിൽ കൊല്ലപ്പെട്ട 3000 പേർക്ക് ഇപ്പൊ ഏറ്റവും ഒടുവിൽ 10000 പേർക്ക് നിങ്ങൾ എന്ത് നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് അവർ കൊടുക്കുക? നശിപ്പിക്കപ്പെട്ട കുന്നിന്, നശിപ്പിക്കപ്പെട്ട മലയ്ക്ക്, നശിപ്പിക്കപ്പെട്ട കടലിന് എന്ത് പരിഹാരം? അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സ്ക്രാപ്പ് EIA എന്ന് മാത്രമാണ്. ഒരു വാക്ക് കേരളത്തെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളം യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക വിവേകത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്കറിയാം, സൈലന്റ് വാലി സമരം ഒക്കെ കേരളത്തിൽ നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ എവിടെയും അങ്ങനെ ഒരു അണക്കെട്ടിനെതിരായ സമരങ്ങൾ അത്ര ശക്തമായി ഉയർന്നു വന്നിട്ടില്ല. നമ്മളാണ് ലോകത്തിന് മാതൃകയാക്കിയത്. അങ്ങനെയാണ് സൈലന്റ് വാലി ഇന്ദിരാഗാന്ധി സന്ദർശിക്കുകയും രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അതിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ മാതൃകയായ ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ അത്ഭുതകരം, എല്ലാ രാഷ്ട്രീയ കക്ഷികളും EIAക്ക് BJP ഒഴിച്ച്, ഞാൻ മനസ്സിലാക്കുന്നത് BJP ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികളും EIA റദ്ദാക്കണം എന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആവശ്യപ്പെട്ടവരാണ്. അത് കോൺഗ്രസ് അങ്ങനെയാണ് ആവശ്യപ്പെട്ടതാണ്, രാജീവ് ഗാന്ധി അടക്കമുള്ള, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടതാണ്, CPM പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ, ബൃന്ദ കാരാട്ട് എല്ലാവരും ആവശ്യപ്പെട്ടതാണ്, മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ്, എല്ലാ കക്ഷികളും, ഞാൻ കാണുന്ന എല്ലാ കക്ഷികളും BJP ഒഴിച്ച എല്ലാവരും. പക്ഷേ ഇവരൊക്കെ ഈ പാർട്ടി എന്ന നിലയ്ക്ക് ആവശ്യപ്പെടുമ്പോഴും ഭരണത്തിലെത്തുമ്പോൾ ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. കാരണം ഇതിൽ എനിക്ക് പാർട്ടിയില്ല ഈ കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ പാർട്ടികൾക്കൊക്കെ ആയുസ് ഒരു 150 കൊല്ലം 25 കൊല്ലം ഉള്ളൂ. ഈ പ്രകൃതിയുടെ ആയുസ് അനന്ത വർഷങ്ങളാണ്. എൻ്റെ ഒരു തലമുറ കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴുള്ള പാർട്ടിയൊക്കെ ഇല്ലാണ്ടാവും. ഇപ്പം എൻ്റെ ചെറുപ്പത്തിലുള്ള പാർട്ടിയൊന്നും ഇപ്പോൾ പലതും ഇല്ല. ഇനി അടുത്ത തലമുറ വരുമ്പോൾ വേറെ പാർട്ടി വരും, വേറെ നേതാവ് വരും, വേറെ കാര്യങ്ങൾ വരും. പക്ഷേ കുടിവെള്ളം അന്നും വേണം, ഭക്ഷണം അന്നും വേണം, ഇന്നും വേണം. അതുകൊണ്ട് ഇത് പാർട്ടിക്കപ്പുറത്ത്, ജാതിക്കപ്പുറത്ത്, മതത്തിനപ്പുറത്തുള്ള മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ കാണിക്കുന്ന ഒരു ചതി, ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഇവരൊരു നിലപാടെടുക്കുകയും പുറത്തു വരുമ്പോൾ മറ്റൊരു നിലപാടെടുക്കും. ഇപ്പൊ കേരളം പോലൊരു സംസ്ഥാനത്ത് തന്നെ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, സ്ക്രാപ്പ് EIA എന്ന നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. CPM, CPI, മുസ്ലിം ലീഗ്, അതിന് പ്രതിപക്ഷത്തിരിക്കുന്നൊക്കെ. പക്ഷേ കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാടെടുത്തില്ല. കേരള ഗവൺമെന്റ് പറഞ്ഞത് ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. ഏത് കാര്യത്തിൽ അവർക്ക് സ്വീകാര്യമുള്ളത്? ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിൽ ഇവർക്ക് സ്വീകാര്യതയുണ്ട്? എന്താണ് ഇവരുടെ വിയോജിപ്പ്? ഒരു വിയോജിപ്പ് കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും. 5 ഹെക്ടർ എന്നത് 2.5 ഹെക്ടറാക്കി കുറയ്ക്കണം. ഏത് അനുമതിയില്ലാതെ ഖനനം ചെയ്യാവുന്ന ഏരിയ 2.5 ഹെക്ടറാക്കിയാൽ മതി. കേരളത്തിൽ എന്താ കാര്യം എന്നറിയോ? 2.5 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 6.5 ഏക്കറാണ്. 6.25 ഏക്കർ കൂടുതൽ വരും. 6.25 ഏക്കറിൽ കൂടിയ കനി കേരളത്തിൽ ഇല്ല, പാറമടയില്ല. അതുകൊണ്ട് കേരളത്തിൽ ഒരു പാറമടയ്ക്കും EIA വേണ്ടാന്ന് അതിന്റെ അർത്ഥം. 200 മീറ്റർ എന്ന സ്ഥലത്ത് നിന്ന് 50 മീറ്റർ ആക്കി ആളുകളായി വർത്തമാനം പറയണേ. വീട്ടിൽ നിന്ന് ദൂരം 200 മീറ്റർ ആയിരുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് 100 മീറ്റർ ആക്കി, ഈ ഗവൺമെന്റ് 50 മീറ്റർ ആക്കി. എന്ന് പറഞ്ഞ കാരണം എന്താ അറിയോ? ഇവിടെ ജനവാസം കൂടുതലാണ്. ജനവാസം കൂടുതലാണെങ്കിൽ ദൂരം കൂട്ടല്ലേ വേണ്ടേ? കാരണം ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന ഒരു സ്ക്വയർ മീറ്ററിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ ദൂരേക്കാക്കുക വേണ്ടേ? ഇതങ്ങനെയല്ല. ജനവാസം കൂടുതലാന്ന് പറഞ്ഞിട്ട് 50, 100, 50 ആക്കി. അതുപോലെ നിരവധി നിയന്ത്രണങ്ങൾ, ഇപ്പൊ ആലപ്പാട് ഖനനം സംബന്ധിച്ചായാലും, ദേശീയപാതയുടെ വികസനം സംബന്ധിച്ചായാലും, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ആയാലും, വിഴിഞ്ഞം പദ്ധതി ആയാലും, ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഗവൺമെന്റ് ആവുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായമല്ല ഗവൺമെന്റുകൾക്ക് ഉണ്ടാവുന്നത് എന്നതാണ്. പക്ഷെ നമ്മൾ വാശിയോടെ തെരഞ്ഞെടുപ്പ് നടത്തി രാഷ്ട്രീയ പാർട്ടികളെ ജയിപ്പിക്കും, തോൽപ്പിക്കുകയൊക്കെ ചെയ്യും. ഒരു കാര്യം ഉണ്ടാവില്ല. പ്രശ്നം എന്താ വെച്ചാൽ ആര് ജയിച്ചാലും ഒരേ അനുഭവമാണെങ്കിൽ പിന്നെ മനുഷ്യനെന്ത് ചെയ്യും? അപ്പൊ ഇവിടെ EIA കാര്യത്തിൽ ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും, മുമ്പ് ഭരിച്ചവരാണെങ്കിലും, ഇനി ആരെങ്കിലും ഭരിക്കാൻ വരികയാണെങ്കിലും, കേരളത്തിലാണെങ്കിലും EIA വിഷയത്തിൽ നമുക്ക് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് EIA 2020 വിജ്ഞാപനം റദ്ദാക്കണമെന്ന് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു മനസ്സ് രൂപപ്പെടുത്താൻ തീർച്ചയായും ഇത്തരത്തിലുള്ള സെമിനാറുകൾക്ക് കഴിയട്ടെ, ഇത്തരം ചർച്ചകൾ ഉയർന്നു വരട്ടെ. ഞാൻ യുവാക്കളോടായി ഒരു ഒറ്റ വാക്ക്, കാരണം ഇത് നിങ്ങളുടെ ചുമതലയാണ്. ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ മറ്റെന്ത് കാരണം പറഞ്ഞാലും നാളെ നിങ്ങളുടെ അടുത്ത തലമുറ നിങ്ങളോട് വിരലുയർത്തി ചോദ്യം ചോദിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നെ ക്ഷണിച്ചതിനും ക്ഷമിച്ചതിനും നന്ദി. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. യുവതാ ലിറ്റ് ഫെസ്റ്റിൽ നമ്മോട് സംവദിച്ച CR നീലകണ്ഠൻ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പരിസ്ഥിതി ആഘാത പഠന നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനം ചൂടേറിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്ന സമയത്താണ് അപകടകരമായ ഈയൊരു നീക്കത്തെ മുൻനിർത്തിയുള്ള യുവതാ ലിറ്റ് ഫെസ്റ്റിന്റെ ചർച്ച ഇവിടെ നടന്നത്. യുവതാ ലിറ്റ് ഫെസ്റ്റിന്റെ ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വിഷയവുമായി നാളെ യുവതാ ലിറ്റ് ഫെസ്റ്റിൽ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.